ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്റർ 3 ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിൽറ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെക്ടിഫയേഴ്സിന് ശേഷം ഫിൽറ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് പറഞ്ഞു. ചോക്ക് ഫിൽറ്റർ, കപ്പാസിറ്റർ ഫിൽറ്റർ, LC ഫിൽറ്റർ പറഞ്ഞു, പൈ ഫിൽറ്റർ പറഞ്ഞു. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ചോക്ക് ഫിൽറ്റർ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കൂടെ ഉപയോഗിക്കില്ല, ഫുൾ വേവിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ ചോക്ക് ഫിൽറ്റർ, ചോക്ക് വരുന്ന കേസിൽ നമുക്ക് എപ്പോഴും ഒരു ബ്ലീഡർ റെസിസ്റ്റർ ആവശ്യമായിട്ട് വരും. റൈറ്റ്. പിന്നെ നമ്മുടെ LC ഫിൽറ്ററിൽ റിപ്പിൾ ഫാക്ടർ ലോഡ് റെസിസ്റ്ററിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എല്ലാ കേസിലും നമ്മൾ ഡിറൈവ് ചെയ്തില്ല എങ്കിലും റിപ്പിൾ ഫാക്ടറിന്റെ എക്സ്പ്രഷൻസും അതിന്റെ പ്രൊപ്പോർഷണാലിറ്റിയും പറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. റൈറ്റ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒരു സിംഗിൾ IC യൂണിറ്റ് ആണ്, ചിപ്പാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓർ സിംപ്ലി ഓപ്പാമ്പ് എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് വിളിക്കാറ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയാൻ കാര്യം, നമുക്ക് ഡിഫറെന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ ആംപ്ലിഫിക്കേഷനും പോസിബിൾ ആണ്. ഡിഫറെന്റ് ഓപ്പറേഷൻസും ആംപ്ലിഫിക്കേഷനും ഒരു സിംഗിൾ ഓപ്പാമ്പ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റില്ല. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കമ്പോണൻസ് ഉപയോഗിക്കേണ്ടി വരും. റെസിസ്റ്റൻസസും കപ്പാസിറ്റേഴ്സും ഡയോഡ്സും ഇൻഡക്ടേഴ്സും ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാ ഫങ്ഷണാലിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ടാവുക. റൈറ്റ്. ലോഗരിതമിക് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഒരു ഡയോഡോ ട്രാൻസിസ്റ്ററോ ഉപയോഗിക്കേണ്ടി വരും. ആന്റിലോഗ് ആണെങ്കിലും ഓർ എക്സ്പൊണൻഷ്യൽ ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഒരു ഡയോഡോ ട്രാൻസിസ്റ്ററോ ഉപയോഗിക്കേണ്ടി വരും. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിലും നമുക്ക് റെസിസ്റ്റേഴ്സ് അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടി വരും. റൈറ്റ്. ഇന്റഗ്രേറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടി വരും അലോങ് വിത്ത് ഓപ്പാമ്പ്. റൈറ്റ്. അതുപോലെ ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ അതിന്റെ കൂടെ കപ്പാസിറ്ററോ ഇൻഡക്ടറോ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സോ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഫ്ലെക്സിബിൾ ആണ്. ഡിഫറെന്റ് കമ്പോണൻസ് നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസും ഒന്നോ രണ്ടോ ഓപ്പാമ്പോ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്ന ഒരു സിംഗിൾ IC ചിപ്പാണ്. ചില ചിപ്സില് 4 ഓപ്പാമ്പ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ചിപ്പുകളുണ്ട്. ചിലതിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഒറ്റ ഓപ്പാമ്പ് മാത്രമായിട്ട് വരുന്ന ചിപ്പുകളും ഉണ്ട്. അതായത് അപ്പൊ അതിന്റെ നമുക്ക് ആദ്യം അതിന്റെ ഒരു സിംഗിൾ IC 741ന്റെ പിൻ ഡയഗ്രം നമുക്ക് നോക്കാം. അപ്പൊ ഓപ്പാമ്പിനകത്ത് എന്തൊക്കെ വേണമെന്ന് നമുക്ക് മനസ്സിലാവും. 741 ഓപ്പാമ്പ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള IC ആണ്. V- പോസിറ്റീവ് സപ്ലൈ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് സപ്ലൈ, ദിസ് ഈസ് നെഗറ്റീവ് സപ്ലൈ. പിൻ നമ്പർ 7 പോസിറ്റീവും പിൻ നമ്പർ 4 നെഗറ്റീവും ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഔട്ട്പുട്ട് ടെർമിനൽ എടുക്കാൻ വേണ്ടി പിൻ നമ്പർ 6 കാണിച്ചിട്ടുണ്ട്, കറസ്പോണ്ടിങ് ടു ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ ഓപ്പാമ്പ്. റൈറ്റ്. നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നതിനെ വിളിക്കാൻ കാരണം അത് 2 ഇൻപുട്ടില് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. റൈറ്റ്. നമുക്കൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ 2 വേരിയബിൾസ് വേണം. ആ 2 വേരിയബിൾസ് കൊടുക്കുന്ന ടെർമിനൽസ് ആണ് ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻവേർട്ടിംഗ് ടെർമിനല് പിൻ നമ്പർ 2 ആണ്. സെക്കൻഡ് പിൻ ഈസ് കറസ്പോണ്ടിങ് ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ. Pin number 3 corresponding to non-inverting terminal. Non-inverting terminal. Non-inverting-നെ നമ്മൾ പോസിറ്റീവ് ഇൻപുട്ട് എന്നാണ് പറയുക, പോസിറ്റീവ് ഇൻപുട്ട്. ഇൻവേർട്ടിംഗ് ടെർമിനലിനെ നമ്മൾ നെഗറ്റീവ് ഇൻപുട്ട് എന്നാണ് സാധാരണ പറയാറ്. സോ അതിന്റെ കൂടെ തന്നെ പിൻ നമ്പർ 1ഉം പിൻ നമ്പർ 5ഉം കാണിച്ചിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഓഫ്സെറ്റ് നൾ ടെർമിനൽസ് ആണ്. ഓഫ്സെറ്റ് നൾ ടെർമിനൽസ്. ഓഫ്സെറ്റ് എന്നാണല്ലോ നമുക്ക് നോക്കാം. ഓഫ്സെറ്റ് നൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടില് 2 ഇൻപുട്ടിലും ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ 2 ഇൻപുട്ടും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് 0 ആണ്. വി ഔട്ടിൽ 0 ആയിരിക്കണം ഐഡിയൽ കേസിൽ. പക്ഷെ ഓപ്പാമ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇംബാലൻസസ് ഒക്കെ ഉണ്ടാവും. എല്ലാ പാരാമീറ്റേഴ്സും ഐഡിയൽ ആയിക്കോളും നിർബന്ധമില്ല. എല്ലാ കമ്പോണൻസും ഒരേപോലെ ആയിക്കോളണം നിർബന്ധമില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് സിമ്മട്രി കീപ്പ് ചെയ്യാൻ പറ്റിക്കോളണം നിർബന്ധമില്ല.
അപ്പൊ നമ്മൾ രണ്ട് ഇൻപുട്ടിലും 0 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ടെർമിനൽസും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 0 വോൾട്ട് കിട്ടാത്ത കേസ് വരാം. ചിലപ്പോൾ പോസിറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും. അത് തിരിച്ച് 0 കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് ടെർമിനൽസ് ഉപയോഗിക്കുന്നത്. അതൊരെണ്ണം പിൻ നമ്പർ 1 ആണ് ഓഫ്സെറ്റ് നൾ, രണ്ടാമത്തെ പിൻ നമ്പർ 5 ആണ് ഓഫ്സെറ്റ് നൾ. അത് നമ്മൾ ഒരു ഇൻപുട്ടിൽ പോസിറ്റീവും ഒരു ഇൻപുട്ടിൽ നെഗറ്റീവ് സപ്ലൈയും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. രണ്ടിലും നമ്മൾ വോൾട്ടേജ് ലെവൽ വേരി ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് ഈക്വൽ 0 കണ്ടീഷൻ നമ്മൾ അച്ചീവ് ചെയ്യുക. സോ ഓഫ്സെറ്റ് നൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടെർമിനൽസ് അവൈലബിൾ ആണ്, പിൻ നമ്പർ 1 ആൻഡ് പിൻ നമ്പർ 5. പിൻ നമ്പർ 8 നമ്മൾ ഉപയോഗിക്കുന്നില്ല. സപ്ലൈ കൊടുക്കുന്നത്, നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് പിൻ നമ്പർ 4ലും, പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് പിൻ നമ്പർ 8ലല്ല, പിൻ നമ്പർ 7ലാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. റൈറ്റ്, 8 പിന്നാണ്, ഒരു പിന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. 4741 ഒപ്പാമ്പ്. ഓക്കെ, രണ്ട് ഇൻപുട്ടും ഒരു ഇൻപുട്ടാണ് ബേസിക്കലി ഒപ്പാമ്പിനുള്ളത്. അപ്പൊ അതിന് സിമ്പിളില് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ സിമ്പിളിൽ കാണിക്കുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇൻപുട്ട് മസ്റ്റ് ആയിട്ടും കാണിച്ചേ പറ്റുള്ളൂ, ഔട്ട്പുട്ടും മസ്റ്റ് ആയിട്ട് കാണിക്കണം. സോ ദിസ് ഈസ് മൈ ഔട്ട്പുട്ട് ടെർമിനൽ. പിൻ ഡയഗ്രത്തിൽ ഈക്വലൻ ടു പിൻ നമ്പർ 6 ആണ് ഔട്ട്പുട്ട്. രണ്ട് ഇൻപുട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് സിമ്പിളിൽ കാണിച്ചേ പറ്റുള്ളൂ. ഒരെണ്ണം നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്, അതിന് ഞാൻ പോസിറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യും. അടുത്തൊരെണ്ണം ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്, അതിൽ നമ്മൾ സിമ്പിൾ അത് നെഗറ്റീവ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക. പിൻ ഡയഗ്രത്തിൽ നോക്കി അറിയാം, നമുക്ക് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് പിൻ നമ്പർ 2 ആണ്, നെഗറ്റീവ് ഇൻപുട്ട് പിൻ നമ്പർ 2 ആണ്, പോസിറ്റീവ് ഇൻപുട്ട് പിൻ നമ്പർ 3 ആണ്. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്, പോസിറ്റീവ് ഇൻപുട്ട് പിൻ നമ്പർ 3. നോൺ ഇൻവേർട്ടിംഗ് NINV നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് INV. റൈറ്റ്, ഇതിന്റെ കൂടെ ഒക്കേഷണലി ചില സമയങ്ങളിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജസ് കാണിക്കും. ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് സപ്ലൈ വോൾട്ടേജ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസിൽ ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ സപ്ലൈ വോൾട്ടേജും കൂടെ കാണിക്കും. അത് നോർമലി കാണിക്കാറ് ഇങ്ങനെയാണ്. ഈ മുകൾ ഭാഗത്ത് പോസിറ്റീവ് VCC എന്ന് എഴുതിയിട്ട് പോസിറ്റീവ് സപ്ലൈയുടെ വാല്യൂ കാണിക്കും. അതേപോലെ താഴെ -VCC എന്ന് എഴുതിയിട്ട് നെഗറ്റീവ് സപ്ലൈയുടെ വാല്യൂ അവർ കാണിക്കും. പിൻ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് പിൻ നമ്പർ 4ലും പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് പിൻ നമ്പർ 7ലും ആയിരിക്കും. സോ ദിസ് കറസ്പോണ്ടിങ് ടു പിൻ നമ്പർ 7, നെഗറ്റീവ് കറസ്പോണ്ടിങ് ടു പിൻ നമ്പർ 4. റൈറ്റ്, എപ്പോഴും നമ്മൾ സപ്ലൈ വോൾട്ടേജസ് കാണിച്ചോളം നിർബന്ധമില്ല. എന്തായാലും 3 ടെർമിനൽസ് നമ്മൾ എപ്പോഴും കാണിക്കും. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ടെർമിനൽ. ഔട്ട്പുട്ട് നമ്പർ പിൻ നമ്പർ 6 ആണ് ആസ് പെർ ദ പിൻ ഡയഗ്രാം ഓഫ് 741 ഒപ്പാമ്പ്. റൈറ്റ്, നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് സിമ്പിൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പിൻ ഡയഗ്രാം നമ്മൾ ഒരിക്കലും റെഫർ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. സോ വിൽ അനലൈസ് ദ സർക്യൂട്ട്സ് യൂസിങ് ദ സർക്യൂട്ട് സിമ്പിൾ. ഇതാണ് അതിന്റെ സർക്യൂട്ട് സിമ്പിൾ. സർക്യൂട്ട് സിമ്പിൾ ഓഫ് ഒപ്പാമ്പ്. Right. Basically, it is an 8 chip IC. നമ്മൾ സർക്യൂട്ട് സിമ്പിളിലോട്ട് വരുമ്പോൾ അതിന് 5 ടെർമിനൽസ് നമുക്ക് കാണാം, 3+2. സപ്ലൈ വോൾട്ടേജ് നമ്മൾ എപ്പോഴും കാണിക്കാറില്ല. സോ ഇറ്റ്സ് ബേസിക്കലി എ 3 ടെർമിനൽ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഇൻപുട്ട് ടെർമിനലും ഒരു ഔട്ട്പുട്ട് ടെർമിനൽ. ബേസിക് ആയിട്ട്, വളരെ ബേസിക് ആയിട്ട് 3 ടെർമിനൽ ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. 2 ഇൻപുട്ട് ടെർമിനൽസ് ആൻഡ് 1 ഔട്ട്പുട്ട് ടെർമിനൽ. ഇനി നമുക്ക് അതിന്റെ അനാലിസിസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പാരാമീറ്റേഴ്സ്, അതിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പാമ്പ് ഐഡന്റിഫൈ ചെയ്യണം. ഐഡിയൽ ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വൽ കേസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഐഡിയൽ പാരാമീറ്റേഴ്സ് നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. റൈറ്റ്,
സോ ഐഡിയൽ ഒപ്പാമ്പിന്റെ വാല്യൂസ് എന്തൊക്കെയാന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഐഡിയൽ പാരാമീറ്റേഴ്സ് ഓഫ് എൻ ഒപ്പാമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. റൈറ്റ്. സോ ഇറ്റ്സ് ബേസിക്കലി എൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. രണ്ട് ഇൻപുട്ടിൽ നമുക്ക് ബേസിക് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. രണ്ടിന്റെയും സം എടുക്കാം, രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കാം, ഏതെങ്കിലും ഒരു ഇൻപുട്ടിന്റെ ലോഗ് എടുക്കാം, ആന്റി ലോഗ് എടുക്കാം, വേണമെങ്കിൽ രണ്ടിന്റെയും ലോഗ് എടുക്കാം, രണ്ട് ഇൻപുട്ടിന്റെയും ലോഗുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ട് പോസിബിൾ ആണ്. ചില കേസിൽ നമുക്ക് ഒന്നിലധികം ഓപ്പാമ്പ് ഉപയോഗിക്കേണ്ടി വരും എന്ന് മാത്രം. അതിന്റെ കൂടെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സും ഡയോഡ്സും ഒക്കെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എക്സാമ്പിള് ലോഗരിതമിക് ആംപ്ലിഫയർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡയോഡ് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ മസ്റ്റ് ആണ്. അതില്ലാതെ നമുക്ക് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്ടൻസും കൊണ്ട് നമുക്കൊരു ലോഗരിതമിക് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ എക്സ്പോണൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ടാക്കണമെങ്കിൽ എക്സ്പോണൻഷ്യൽ റിലേഷൻ വേണം. അത് നമുക്കറിയാം, ഡയോഡിൽ എക്സ്പോണൻഷ്യൽ റിലേഷൻ ആണ് വോൾട്ടേജും കറണ്ടും തമ്മിൽ. അപ്പൊ അതിന്റെ കൂടെ ഡിഫറെന്റ് കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പല സർക്യൂട്ട്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിന്റെ പ്രോപ്പർട്ടീസിലോട്ട് പോവാം. പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഐഡിയൽ ഒപ്പാമ്പ്. സിമ്പിൾ ഒന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം. ട്രയാങ്കിൾ ഷേപ്പ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ രണ്ട് ഇൻപുട്ട് കാണിക്കും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് മുകളിൽ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ സാധാരണ അങ്ങനെയാണ് കാണിക്കാറ്. ദിസ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓപ്പാമ്പിന്റെ ഐഡിയൽ ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഓപ്പാമ്പിന്റെ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് കണക്ട് ചെയ്യുമ്പം, ഏതെങ്കിലും സോഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ നമുക്ക് രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നെഗറ്റീവ് ഇൻപുട്ടിലും നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യാം, അവിടെ ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, RN ഉണ്ടാവും. അതേപോലെ തന്നെ പോസിറ്റീവില് നമുക്ക് ഡിവൈസ് കണക്ട് ചെയ്യാം, അപ്പോഴും അവിടെ ഒരു RN ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ട് ടെർമിനൽസിനും ഇടയ്ക്ക് നമുക്ക് അക്രോസ് ആയിട്ട് നമുക്ക് ഡിവൈസസ് കണക്ട് ചെയ്യാം, അവിടെയും എന്തുണ്ടാവും, ഒരു എഫക്റ്റീവ് RN ഉണ്ടാവും. റൈറ്റ്. അപ്പൊ നമ്മൾ ഏതൊരു ഡിവൈസ് കണക്ട് ചെയ്താലും നമ്മൾ ഓപ്പാമ്പിന്റെ ഐഡിയൽ ഓപ്പാമ്പിന്റെ പോസിറ്റീവ് ഇൻപുട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിരിക്കും. നെഗറ്റീവ് ഇൻപുട്ടിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസും ഇൻഫിനിറ്റ് ആയിരിക്കും. ഡിഫറൻഷ്യൽ ആയിട്ട്, അതായത് രണ്ട് ടെർമിനൽ അക്രോസ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്താലും ആ ഡിവൈസിന് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. എല്ലാ കേസിലും ഐഡിയൽ ആണെങ്കിൽ, ഓപ്പാമ്പ് ഐഡിയൽ ആണെങ്കിൽ റെസിസ്റ്റൻസ് എല്ലാം എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് നമ്മൾ പറയും. ഒരു ഐഡിയൽ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആയിരിക്കും. ആ ഓപ്പാമ്പിന്റെ കൂടെ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ വരുന്ന സമയത്ത് ആ RN മാറും, ഇൻപുട്ട് ഇംപിഡൻസ് മാറും. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആയിക്കൊള്ളാൻ നിർബന്ധമില്ല. ആ കണക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഡിഫറെന്റ് റെസിസ്റ്റൻസസ് വരാം. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഡിഫറെന്റ് റെസിസ്റ്റൻസസ് വരാം. ഇവിടെ നമ്മൾ ഫീഡ്ബാക്കുകൾ ഒന്നും തന്നെ ഇല്ല, ഔട്ട്പുട്ട് എന്ന ഇൻപുട്ടിലോട് കണക്ഷൻസ് ഒന്നും തന്നെ ഇല്ല, നോ ഫീഡ്ബാക്ക് ആണ് അല്ലെ. ഫീഡ്ബാക്ക് ഒന്നും തന്നെ ഇല്ല. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ കണക്റ്റഡ് അല്ല. ഇവിടെയും ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ കണക്റ്റഡ് അല്ല, നോ ഫീഡ്ബാക്ക് ആണ്. റൈറ്റ്. ഔട്ട്പുട്ടിന്റെ ഒരു പാർട്ട് പോലും, ഒരു പോർഷൻ പോലും ഇൻപുട്ടിലോട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം 0% ഓഫ് ഫീഡ്ബാക്ക് ആണെന്ന് പറയാം. 1% പോലും ഇല്ല, 0 ആണ് ഫീഡ്ബാക്ക്. റൈറ്റ്. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് കണക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഔട്ട്പുട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇൻപുട്ട് ടെർമിനൽസിന് അറിയാൻ യാതൊരു വഴിയും ഇവിടെ ഇല്ല, കണക്ഷൻസ് ഇല്ല. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ പറയും ഓപ്പാമ്പ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓപ്പൺ ലൂപ്പിലാണ് ഓപ്പറേറ്റ് ചെയ്യുക നമ്മൾ പറയും, ഓപ്പൺ ലൂപ്പ്. റൈറ്റ്. സോ ഐഡിയൽ ഓപ്പാമ്പ് ഓപ്പൺ ലൂപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലൂപ്പ് ക്ലോസ് ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസസ്. റൈറ്റ്. അത് സർക്യൂട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓരോ സർക്യൂട്ടിന് ഓരോ ഇമ്പിഡൻസ് ആയിരിക്കും, ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓപ്പാമ്പ് ഓപ്പൺ ലൂപ്പിലാണെങ്കിൽ the input impedance offered by an ideal op-amp is infinity. Infinite ആയിരിക്കും അതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ്. റൈറ്റ്. അപ്പൊ ഐഡിയൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ടെർമിനൽസിൽ കറണ്ട് ഉണ്ടാവോ, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ
കറണ്ട് അത് ഡ്രോ ചെയ്യില്ല. സോ ഐഡിയൽ ഒപ് ആംപ് will not draw an input current. ഇൻപുട്ട് കറണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. Right? Because its input impedance is infinite. Right? Right? അപ്പൊ നമുക്ക് പറയാം, നമ്മൾ ഒരു സോഴ്സ്, ഏതെങ്കിലും ഒരു സോഴ്സ് നമ്മൾ ഓപ്പാമ്പിന്റെ ടെർമിനൽസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ ഓപ്പാമ്പ് ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപെഡൻസ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് കറന്റ് വിൽ ബി 0 ആംപിയേഴ്സ്. സോ ലെറ്റ്സ് സേ ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്താന്ന് വിചാരിക്കുക, V വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ സോഴ്സ് സപ്ലൈ ചെയ്യുന്ന കറന്റ് 0 ആംപിയർ ആയി. 0 ആംപിയർ ആയി. Because the input impedance of the op amp is infinite. Right? അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഒരു ഓപ്പ് ആമ്പ്, ഒരു ഐഡിയൽ ഓപ്പ് ആമ്പ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏത് സോഴ്സ് ആണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവുക? ഒരു ഓപ്പ് ആമ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് സോഴ്സ് ആയിരിക്കുമോ അതോ വോൾട്ടേജ് സോഴ്സ് ആയിരിക്കുമോ? ഒരു ഓപ്പ് ആമ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് സോഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കുമോ നല്ലത് അതോ വോൾട്ടേജ് സോഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കുമോ നല്ലത്? എന്താ നിങ്ങൾ ആൻസർ വരിക? കറണ്ട് സോഴ്സ് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? കറണ്ട് സോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐ ആണെങ്കിൽ ഇതിനകത്തോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവോ? 0 ആംപിയർ ആയിരിക്കും അല്ലെ? 0 ആംപിയർ ആയിരിക്കും അല്ലെ? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ ഒരു ഓപ്പാമ്പിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കറണ്ട് സോഴ്സ് ഉപയോഗിക്കുന്നതിൽ എന്തില്ല? മീനിങ് ഇല്ല. ഇറ്റ്സ് മീനിങ്ലെസ്. എന്തുകൊണ്ടാണ്? നമ്മൾ എത്ര ആംപിയർ കറണ്ട് സോഴ്സ് കൊടുത്താലും ആ കറണ്ട് സോഴ്സ് ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ട് ടെർമിനൽസിനകത്തോട്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറണ്ട് കൊണ്ട് ഓപ്പ് ആമ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഒരു ഐഡിയൽ ഓപ്പ് ആമ്പ് ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപെഡൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ കറണ്ട് സോഴ്സ് വെച്ചിട്ട് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഓപ്പ് ആമ്പിന്റെ കൺട്രോള് ഔട്ട്പുട്ട് സൈഡിൽ വരില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓപ്പ് ആമ്പിന്റെ ഓപ്പറേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ടിൽ വരുന്ന കറണ്ട് എപ്പോഴും 0 ആംപിയേഴ്സ് ആയിരിക്കും ഐഡിയൽ ഓപ്പ് ആമ്പ് ആണെങ്കിൽ. സോ നമ്മൾ എപ്പോഴും ഒരു ഓപ്പ് ആമ്പിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. റൈറ്റ്? അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒറ്റക്കാരുടെ ഓർത്തിരുന്നിട്ട് പോവാം. ഐഡിയൽ ഓപ്പ് ആമ്പ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വോൾട്ടേജ് കൺട്രോൾഡ് device. Voltage controlled device. Voltage controlled device. Voltage controlled device. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നോൺ ഐഡിയൽ ഓപ്പ് ആമ്പ് ആണെങ്കിൽ ഫിസിക്കൽ കേസിൽ ടിപ്പിക്കലി ഒരു ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 2 മെഗാ ഓംസ് ആയിരിക്കും. 2 മെഗാ ഓംസ് ആയിരിക്കും അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ടിപ്പിക്കൽ വാല്യൂ. ഐഡിയലി അത് ഇൻഫിനിറ്റ് ആണ്, ബട്ട് ടിപ്പിക്കലി ഇറ്റ് ഹാസ് എ വാല്യൂ ഓഫ് 2 മെഗാ ഓംസ്. അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കും. ഐഡിയലി ഇൻഫിനിറ്റ് ആയിരിക്കണം, but actual value, typical value is in the order of 2 mega ohms. Rin will be in the order of 2 mega ohms. And it's a voltage controlled device. Because its input currents are 0 because of the infinite input impedance, ideally. So ideally, the op amp falls under the category of voltage controlled device. It's not a current controlled device. Okay. So Rin infinite ആയിരിക്കണം ideally. Right. Rin should be infinite. Right. And next one is output impedance. Right.
ഏതൊരു ഡിവൈസ് ആണെങ്കിലും നമ്മൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആർ ഔട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് we should short circuit the input terminals, right? അതിന് കാരണം ഇൻപുട്ടിൽ നമ്മൾ ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഴ്സിന്റെ എഫക്റ്റ് ഔട്ട്പുട്ടിൽ വരും. നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ while measuring the output impedance of any circuit, you should short circuit its input terminals, right? അപ്പൊ അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഓപ്പാമ്പിന്റെ ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ആർ ഔട്ട് വിൽ ബി ഈക്വൽ ടു 0 ohms ആയിരിക്കും, റൈറ്റ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ohms ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ohms ആയിരിക്കും. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്, Rin is infinity, and output resistance is 0, right? Output resistance is 0. അപ്പം ആ കേസിൽ നമുക്ക് ഓപ്പാമ്പിനെ വളരെ സിമ്പിൾ ആയിട്ട് മോഡൽ ചെയ്യാം. എങ്ങനെ മോഡൽ ചെയ്യാം? അത് നമുക്ക് ഇൻപുട്സ് ഉണ്ട്, റൈറ്റ്? ഇൻപുട്സ് ഉണ്ട്, അത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്, ഓപ്പൺ ആണ്, റൈറ്റ്? This is non-inverting input. This is inverting input, right? ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്പാമ്പ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇൻപുട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്, റൈറ്റ്? അപ്പൊ ഇൻപുട്ടിൽ എത്രയാണോ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജിന്റെ ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവുക. സോ ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഈക്വലന്റ് ടു എ വോൾട്ടേജ് സോഴ്സ്, റൈറ്റ്? ഇറ്റ്സ് വാല്യൂ ഈസ് നത്തിങ് ബട്ട് the voltage gain multiplied by the difference in input. ഇത് ഞാൻ V plus എന്ന് നോട്ട് ചെയ്യുന്നു, ഇത് V minus എന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ the difference between the inputs എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലിലെ ഇൻപുട്ടിലെ വാല്യൂ മൈനസ് നെഗറ്റീവ് ഇൻപുട്ടിലെ വാല്യൂ V മൈനസ്, അതായിരിക്കും എൻ്റെ സോഴ്സിന്റെ വാല്യൂ. ഏത് സോഴ്സ് ആണ്? ഔട്ട്പുട്ടിലെ സോഴ്സ് ആണ്, റൈറ്റ്? And the output impedance is 0, so the 0 ആയിരിക്കും, and this is my V out. So ഇതെന്റെ V out ആയിരിക്കും, right? So the op-amp uses voltage sources to control its input. Based on that difference in input, it produces an output. ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. V plus minus V minus ആണ് ഡിഫറൻസ് ഇൻ ഇൻപുട്ട്. അതിനെ വോൾട്ടേജ് ഗെയിൻ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതായിരിക്കും എൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ വാല്യൂ, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 0 കൊടുക്കാം, ഇവിടെ 1 വോൾട്ട് കൊടുക്കാം. സോ A മൾട്ടിപ്ലൈഡ് ബൈ 1 minus 0, അതായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവുക. ദാറ്റ്സ് ഈക്വൽ ടു മൈ V out. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ, റൈറ്റ്? ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. അപ്പൊ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പൊ എനിക്ക് പറയാം ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്തിന് ഈക്വലന്റ് ആണ്? ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഈക്വലന്റ് ആണ്, അല്ലെ? വോൾട്ടേജ് സോഴ്സിന് ഈക്വലന്റ്. അപ്പൊ ഇൻപുട്ടിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വോൾട്ടേജ് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ എനിക്ക് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ആംപ്ലിഫൈഡ് വേർഷൻ ഒരു വോൾട്ടേജ് കിട്ടുന്നു. അപ്പൊ നമ്മൾ ഓപ്പാമ്പിനെ ഒരു പേര് വിളിക്കും, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, റൈറ്റ്? വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. കാരണം ഇൻപുട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വോൾട്ടേജ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കറണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആണ്, കറണ്ട് ഓപ്പാമ്പിനകത്തോട്ട് ഫ്ലോ ചെയ്യില്ല, റൈറ്റ്? അപ്പോൾ ഓപ്പാമ്പ് ഇൻപുട്ട് വോൾട്ടേജ് അക്സെപ്റ്റ് ചെയ്യും. ആ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ഔട്ട്പുട്ട് ഇംപിഡൻസ് 0 ആണ്.
ഔട്ട്പുട്ട് ഇംപെഡൻസ് 0 ആയതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. ആർ ഔട്ട് ഈക്വൽ ടു 0 ആണ്, ഷോർട്ട് ആണ്. റൈറ്റ്, നോക്കിയാൽ ഷോർട്ട് ആണ്. ഇനി നിങ്ങൾ ലോഡ് റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്താലും, എത്ര വാല്യൂ ഉള്ള ലോഡ് റെസിസ്റ്റൻസ് കൊടുത്താലും, ഈ പാത്ത് ഷോർട്ട് ആയതുകൊണ്ട് ലോഡിന് അക്രോസ് വി ഔട്ട് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ ആയിരിക്കും അല്ലെ. അതെന്താണ്? എ ടൈംസ് ഡിഫറൻസ് ഇൻ ദ ഇൻപുട്ട് വി പ്ലസ് മൈനസ് വി മൈനസ്. റൈറ്റ്, ഇവിടെ ആർ ഔട്ട് 0 ആയതുകൊണ്ട് ഏത് ലോഡ് വാല്യൂ കൊടുത്താലും, ഏത് ആർ എൽ ഇട്ടാലും, 1 ഓം ആണെങ്കിൽ 2 ആണെങ്കിലും 100 ഓം ആണെങ്കിലും 100 കിലോ ഓം ആണെങ്കിലും 1 മെഗാ ഓം ആണെങ്കിലും, ഈ പാത്ത് ഷോർട്ട് ആയതുകൊണ്ട് always you will get the same voltage as that of this source value. That is A multiplied by V plus minus V minus. So output il namukku eppozhum voltage kittum, but that voltage is same as the voltage developed by the op amp based on the controlling input voltage. That is the difference between V plus and V minus. Right? The V1 ആണെങ്കിൽ V plus minus V minus in V1 എന്ന് വിളിക്കുകയാണെങ്കിൽ, my V out will be equal to the gain multiplied by the difference in V plus and V minus, that is equal to V1. So A times V1 ആയിരിക്കും എപ്പോഴും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവുക. സോ an ideal op amp is a voltage controlled voltage source. അത് നിങ്ങൾ മറക്കാതിരിക്കുക. മിക്കവാറും എക്സാമിനേഷൻ അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നമ്മളെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. ആ ഡിവൈസിന്റെ ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഐഡിയലി വോൾട്ടേജ് കൺട്രോൾഡ് ആണെങ്കിൽ ആറിന് എന്തായിരിക്കും? ഐഡിയലി ഇൻഫിനിറ്റ് ആയിരിക്കും. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിന്റെ ഇംപിഡൻസ് ഐഡിയലി എന്തായിരിക്കും? ആർ ഔട്ട് എന്തായിരിക്കും? 0 ohms ആയിരിക്കും അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് സൈഡിൽ അത് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ ഇംപിഡൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് ഇംപിഡൻസ് ആക്ച്വലി ഈ സോഴ്സിന്റെ ഇന്റേണൽ ഇംപിഡൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർ ഔട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. So an ideal voltage controlled voltage source will have Rn equal to infinity because we are using voltage to control its input, and R out is equal to 0 because we are having an ideal voltage source at the output side. Okay, now voltage controlled voltage source. അത് നിങ്ങൾ കോപ്പി ചെയ്യാം. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വേറെ 3 കാറ്റഗറിയുടെ വരും. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ഉണ്ട്, കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പൊ ആ 3 കാറ്റഗറിയിലും ആറിനും ആർ ഔട്ടും ഐഡിയലി എന്തായിരിക്കണം എന്നുള്ളതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ നോക്കിയിട്ട് പോവാം. അപ്പൊ ഇതൊന്നും നിങ്ങൾ കോപ്പി ചെയ്യാം. സോ an ideal op amp is a voltage controlled voltage source. ക്ലിയർ ആണോ? കോപ്പി ചെയ്തോ നിങ്ങള്? And output impedance will be in the order of 75 ohms. Normally, ideally it should be 0, right? But practically in actual case, it will be in the order of 75 ohms. 75 ohms. R out approximately in the order of 75 ohms. Copy the thing. It's a voltage controlled voltage source. R in is infinity, R out is 0. So all voltage controlled voltage source devices will have infinite input impedance and 0 output impedance. Then copied. Respond ചെയ്തേ, copied കഴിഞ്ഞോ നിങ്ങള്? റൈറ്റ്. അപ്പൊ നമുക്ക് അതിന്റെ 3 കാറ്റഗറി വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബാക്കി 3 കേസുകൾ നമുക്ക് പറയാം. സോ ഫസ്റ്റ് വൺ വാസ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. അപ്പൊ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
അതിന് സീരീസ് ആയിട്ട് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിനെ RS എന്ന് നമ്മൾ വിളിക്കും. റൈറ്റ്. ഓപ്പാമ്പിന്റെ കേസിൽ ഈ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിരുന്നു അല്ലെ? ശരിയാണല്ലോ. അപ്പൊ ഇൻഫിനിറ്റ് ആണെങ്കിൽ RSന്റെ വാല്യൂ എത്രയായാലും 1 ഓം ആണെങ്കിലും 2 ഓം ആണെങ്കിലും 100 ഓം ആണെങ്കിലും 100 കിലോ ഓംസ് ആണെങ്കിലും ഈ പാത്ത് ഓപ്പൺ ആയതുകൊണ്ട് സെക്കൻഡ് പാത്ത് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഓപ്പാമ്പ് ആണ് കേട്ടോ. ആർ ഇൻ ഓഫ് ദ ഓപ്പാമ്പ്. ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലൂടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നെങ്കിൽ അതിനൊരു സീരീസ് റെസിസ്റ്റൻസും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായാലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് ആർ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? എത്രയാണോ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അത് മൊത്തത്തില് ഓപ്പാമ്പിന്റെ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. റൈറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ഉള്ള ഏത് ഡിവൈസ് ആണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുക എന്തായിരിക്കും? വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. കറണ്ട് സോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല. റൈറ്റ്. അപ്പൊ ഞാൻ നേരെ തിരിച്ചിട്ട് ഒരു കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിന്റെ ആർ ഇന്നും ആർ ഔട്ടും ഐഡിയലി എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് എ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ കറണ്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻപുട്ട് ഇംപിഡൻസ് 0 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കറണ്ട് വെച്ച് കൺട്രോൾ ചെയ്യാം. കാരണം എന്താണ്? കറണ്ട് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസ് 0 ആണെങ്കിൽ എൻ്റെ കറണ്ടും ആ ഷോർട്ടിൽ കൂടെ 0 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യും അല്ലെ? സോ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് വിൽ ഹാവ് 0 ഓം ആസ് ഇറ്റ്സ് ഇൻപുട്ട് ഇംപിഡൻസ്. ആറിന് 0 ഓം ആയിരിക്കും അല്ലെ? ആർ ഔട്ട് എന്തായിരിക്കും നോക്കിയാൽ നിങ്ങൾ ഔട്ട്പുട്ട് സൈഡിൽ വോൾട്ടേജ് സോഴ്സ് തന്നെയാണല്ലോ. ഔട്ട്പുട്ട് സൈഡിൽ വോൾട്ടേജ് സോഴ്സ് ആണ്. അത് ഐഡിയൽ ആയിരിക്കണം. ഐഡിയൽ ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സിന്റെ സീരീസ് ഇംപിഡൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ആർ ഔട്ട് വിൽ ബി 0 ohms. റൈറ്റ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. അവിടെ നമുക്കറിയാം വോൾട്ടേജ് കൺട്രോൾഡ് ആയതുകൊണ്ട് ആറിന് എപ്പോഴും എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം. റൈറ്റ്. ഔട്ട്പുട്ട് പക്ഷെ എന്താണ് നോക്കിയാൽ നിങ്ങൾ? കറണ്ട് സോഴ്സ് ആണ് അല്ലെ? കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ ഒരു കറണ്ട് സോഴ്സ് അതിന്റെ എൻറ്റയർ കറണ്ട് ലോഡിലോട്ട് സപ്ലൈ ചെയ്യണമെങ്കിൽ RL കൂടെ പോണെങ്കിൽ അതിന്റെ ഇന്റേണൽ ഇംപിഡൻസ് എന്തായിരിക്കണം? ആർ ഇൻ എന്തായിരിക്കണം? അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? എല്ലാ കറണ്ടും ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കറണ്ടും എങ്ങോട്ട് പോകണം? ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യണം. അപ്പൊ ഈ ആർ എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് സൈഡില് ഒരു കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മുടെ എയിം ആ കറണ്ട് സോഴ്സ്, ഇത് മൊത്തത്തിലാണ് കറണ്ട് സോഴ്സ്, ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. റൈറ്റ്. ആ കറണ്ട് സോഴ്സിലെ മൊത്തം കറണ്ട് നമുക്ക് ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യിപ്പിക്കണം. നമ്മുടെ എയിം ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ലോഡിന്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം, നമ്മുടെ കൺട്രോളിലില്ല. ബട്ട് ഇഫ് വാല്യൂ ഓഫ് ആർ ഔട്ട് ഈസ് ഇൻഫിനിറ്റി, ആർ ഔട്ട് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് കിടക്കും അല്ലെ? ഓപ്പൺ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്തായാലും ആറിന്റെ വാല്യൂ എന്ത് കൊടുത്താലും എല്ലാ കറണ്ടും ആറിൽ കൂടെ ആയിരിക്കും അല്ലെ? സോ ഔട്ട്പുട്ട് സൈഡിൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഐഡിയൽ ആയിട്ട് അതിന്റെ ആർ ഔട്ട് എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കും. റൈറ്റ്. നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ലോജിക്കിൽ അത് ഓർത്തിരിക്കുക. സോ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, voltage controlled current source. And the last category is current controlled current source. നമുക്കറിയാം ഇൻപുട്ടിൽ നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ എല്ലാ കറണ്ടും ആ ഡിവൈസിന്റെ ഇൻപുട്ടിലോട്ട് ഫ്ലോ ചെയ്യണം. അപ്പൊ ആ ഡിവൈസിന് ഇൻപുട്ട് ഇംപിഡൻസ് എത്രയായിരിക്കണം? 0 ohms ആയിരിക്കണം. അത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ഔട്ട്പുട്ട് സൈഡിലാണ് ഉണ്ടാവുക. ആ എൻറ്റയർ കറണ്ടും ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യണം. സോ അതിന്റെ ആർ ഔട്ട് എന്തായിരിക്കണം? ഐഡിയലി ഇൻഫിനിറ്റ് ആയിരിക്കണം. റൈറ്റ്. സോ ഔട്ട്പുട്ട് സൈഡിലെ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ആർ ഔട്ട് ഇൻഫിനിറ്റി, ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ആർ ഔട്ട് ഈക്വൽ ടു 0. സോ ഇവിടെ ആർ ഇൻ ഈസ് ഇൻഫിനിറ്റി, ആർ ഔട്ട് ഈസ് ഈക്വൽ ടു 0 ohms. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്.
റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 3 കേസ്: കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, കറണ്ട് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് ആൻഡ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്, പല തവണയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? യെസ് ഓർ നോ? കോപ്പി ചെയ്ത് നിങ്ങൾ കോപ്പീഡ്. ദീപകും ജിൻസിയും രേഷ്മയും മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർ കണക്റ്റഡ് അല്ലേ? കോപ്പി ചെയ്തോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിലെ. റൈറ്റ്. അടുത്ത പാരാമീറ്റർ ആണ് ഡിഫറൻഷ്യൽ ഗെയിൻ. ഇമ്പോർട്ടന്റ് ആണ് ഡിഫറൻഷ്യൽ ഗെയിൻ. അതിന് നമ്മൾ ഗെയിനെ എപ്പോഴും നമ്മൾ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. റൈറ്റ്. ഡി ഫോർ ഡിഫറൻഷ്യൽ. സോ ഡിഫറൻഷ്യൽ ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇൻപുട്ടിന്റെ വി പ്ലസ് മൈനസ് വി മൈനസ്, പോസിറ്റീവ് ഇൻപുട്ട് മൈനസ് നെഗറ്റീവ് ഇൻപുട്ടിന്റെ എ ടൈംസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ആ എനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ ഗെയിൻ, എ ഡി. റൈറ്റ്. അപ്പം ഐഡിയൽ കേസിൽ അത് എന്തായിരിക്കണം? ഐഡിയൽ കേസിൽ ഈ ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിലും, സ്മോൾ ആണെങ്കിലും, വളരെ 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 ചെറുതാണെങ്കിലും വി ഔട്ട്പുട്ട് എന്തായിരിക്കണം? ലാർജ് ആയിരിക്കും. റൈറ്റ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഐഡിയൽ കേസിൽ the differential gain AD should be infinite. റൈറ്റ്. നമുക്ക് ഡിഫറൻഷ്യൽ സിഗ്നലിന്റെ ആംപ്ലിഫിക്കേഷൻ മാക്സിമം കിട്ടണം. തിയററ്റിക്കൽ മാക്സിമം എന്ന് പറഞ്ഞത് എന്താണ്? ഇൻഫിനിറ്റ് ആണ് അല്ലെ. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ടിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും വി പ്ലസ് മൈനസ് വി മൈനസ് ഡിഫറൻസ് 0 ആണെങ്കിലും, ഡിഫറൻഷ്യൽ ഇൻപുട്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻഫിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും. റൈറ്റ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ വളരെ വളരെ ചെറിയ ഡിഫറൻസ് ഇൻപുട്ട് കൊടുത്താലും എ ഡി വളരെ വളരെ വലുതായതുകൊണ്ട് നമുക്ക് ലാർജ് വാല്യൂ ഓഫ് വി ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാല് ഐഡിയൽ ഓപ്പ് ആമ്പ് വളരെ ചെറിയ ഡിഫറൻഷ്യൽ ഇൻപുട്ടിനെ പോലും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. റൈറ്റ്. വി പ്ലസ് മൈനസ് വി മൈനസിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത് വി ഡി. റൈറ്റ്. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഡി എന്ന് വിളിക്കാം ഇതിനെ. വി പ്ലസ് മൈനസ് വി മൈനസിന് ഡിഫറൻഷ്യൽ സിഗ്നൽ വി ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ സിഗ്നലിനെ എ ഡി വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. ഐഡിയലി ദ വാല്യൂ ഓഫ് എ ഡി ഈസ് ഇൻഫിനിറ്റി. റൈറ്റ്. തിയററ്റിക്കലി നമുക്ക് ഇൻഫിനിറ്റ് അച്ചീവ് ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. ടിപ്പിക്കൽ വാല്യൂ വിൽ ബി, അതിന്റെ എഡിയുടെ ടിപ്പിക്കൽ വാല്യൂ എ ഡി ഈക്വൽ ടു 200,000,000 ഇത്രയായിരിക്കും. റൈറ്റ്. ഓർ 200,000,000 എന്ന് പറഞ്ഞാൽ 2 into 10 power 5 ആയിരിക്കും അതിന്റെ വാല്യൂ. അത്രയും കൂടുതലായിരിക്കും. നോർമൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വെച്ചിട്ട് കിട്ടുന്ന ഗെയിനേക്കാളും നോർമൽ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉള്ള ആംപ്ലിഫയർ വെച്ച് കിട്ടുന്ന ഗെയിനേക്കാളും ഒരുപാട് ഒരുപാട് കൂടുതലായിരിക്കും ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഡിഫറൻഷ്യൽ ഗെയിൻ. ഇൻ ദ ഓർഡർ ഓഫ് 10 power 5 ആയിരിക്കും. റൈറ്റ്. ടിപ്പിക്കൽ വാല്യൂ 10 power 5ന്റെ ഓർഡറിലായിരിക്കും. ഐഡിയൽ അത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എന്താണ്? എയുടെ യൂണിറ്റ് എന്തായിരിക്കും? എ ഡി ഈസ് ഗിവൺ ബൈ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, ഇൻപുട്ട് എന്താണ്? വോൾട്ടേജ് ആണ് അല്ലെ. സോ ദിസ് ഈസ് വോൾട്ട് പെർ വോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റ് ലെസ് ആയിരിക്കും അല്ലെ. ഒരു വോൾട്ടേജ് ഗെയിൻ ആണ്, വോൾട്ടേജ് ഗെയിന്റെ യൂണിറ്റ് ലെസ് ആയിരിക്കും. റൈറ്റ്. യൂണിറ്റ് ലെസ് ആയിരിക്കും. സോ ഡിഫറൻഷ്യൽ ഗെയിൻ ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ കേസിൽ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ ആണോ? എ ഡി ഈസ് ഇൻഫിനിറ്റി, ഡിഫറൻഷ്യൽ ഗെയിൻ ഈസ് ഇൻഫിനിറ്റി.
ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിലും അത് ആംപ്ലിഫൈ ചെയ്യും. റൈറ്റ്. ഗെയിന്റെ യൂണിറ്റ് പറഞ്ഞത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോവാം. റൈറ്റ്. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൽ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, ഇൻപുട്ട് എന്താന്ന് പറഞ്ഞു, ഇൻപുട്ട് വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു അല്ലെ. സോ ഗെയിൻ നമ്മള് വോൾട്ടേജ് ഗെയിൻ ആണ്, V4 വോൾട്ടേജ്, A4 ഗെയിൻ. അതിന്റെ യൂണിറ്റ് എന്താണ്, V/V തന്നെയാണ് അല്ലെ. ഔട്ട്പുട്ട് എന്താണ്, വോൾട്ടേജ് ആണ് അല്ലെ, വോൾട്ടേജ് ആണ്. ഇൻപുട്ടും എന്താണ്, വോൾട്ടേജ് ആയിരുന്നു അല്ലെ. സോ വോൾട്ടേജ് അപ്പോൺ വോൾട്ടേജ്, അല്ലെങ്കിൽ അതിനെ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. റൈറ്റ്. വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് വിളിക്കാലോ. ഇൻപുട്ടിൽ വോൾട്ടേജ് കൊടുക്കുന്നു, ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരുന്നു. സോ ഇറ്റ്സ് എ വോൾട്ടേജ് ആംപ്ലിഫയർ. അതിന്റെ ഗെയിന്റെ യൂണിറ്റ് വോൾട്ട് അപ്പോൺ വോൾട്ട് ആണ്, ഓർ യൂണിറ്റ് ലെസ് ആണ്. അതിന് നമ്മൾ AV എന്ന് സ്പെസിഫൈ ചെയ്യും. A4 ഗെയിൻ, V4 വോൾട്ടേജ്, വോൾട്ടേജ് ഗെയിൻ AV. ഓക്കെ ആണോ? റൈറ്റ്. അതേപോലെ നമ്മൾ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സില് ഗെയിൻ എന്തായിരിക്കും? കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് അല്ലെ. ഔട്ട്പുട്ടിൽ എന്താണ്, വോൾട്ടേജ് ആണ് അല്ലെ, ഔട്ട്പുട്ടില് വോൾട്ടേജ് ആണ്. ഇൻപുട്ടിൽ എന്താണ്, കറണ്ട് കൺട്രോൾഡ് ആണ് അല്ലെ. അപ്പൊ ഇൻപുട്ടിൽ എന്താ കൊടുക്കുന്നത്, കറണ്ട് ആണ് ഇൻപുട്ട് സൈഡിൽ അല്ലെ. റൈറ്റ്. അപ്പൊ ഇതിന്റെ ഗെയിൻ എന്താണ്, സോറി ഇതിന്റെ യൂണിറ്റ് എന്താണ്, വോൾട്ട് അപ്പോൺ ആംപിയർ ആണ് അല്ലെ, വോൾട്ട് അപ്പോൺ ആംപിയർ ആണ്. അപ്പൊ അത് വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നുണ്ടാവുക? അല്ല. ഗെയിൻ എന്താണ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ് അല്ലെ, V അപ്പോൺ ആംപിയർ ആണ് അല്ലെ. അപ്പൊ എന്താണ്, റെസിസ്റ്റൻസ് ആണ് അല്ലെ. സോ അത് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം അല്ലെ. എന്ത് റെസിസ്റ്റൻസ് ആണ്? ഒന്ന് ഔട്ട്പുട്ട് വോൾട്ടേജും ഒന്ന് ഇൻപുട്ട് കറണ്ടും ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ട്രാൻസ് എന്തുകൊണ്ടാണ് ട്രാൻസ് എന്ന് വിളിക്കാൻ കാര്യം, ഒരു ക്വാണ്ടിറ്റി ഔട്ട്പുട്ടിലും ഒരു ക്വാണ്ടിറ്റി ഇൻപുട്ടിലും ആയതുകൊണ്ട് ട്രാൻസ് എന്ന് വിളിക്കുന്നു. ട്രാൻസ് എന്ന് വിളിക്കുന്നു. എന്താണ്, എന്ത് ആംപ്ലിഫയർ ആണ്, റെസിസ്റ്റൻസ് ആണ് അല്ലെ. ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ എന്ന് വിളിക്കാം. റൈറ്റ്. സോ ഐഡിയൽ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഈസ് ആക്ച്വലി എ ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ, because its output quantity is voltage, input quantity is current. So the ratio is voltage to current. So it's a unit of resistance. One parameter from the output side, another parameter from the input side. So we'll use a term trans. So it's a trans resistance amplifier. Current controlled voltage source. നേരെ തിരിച്ച് വോൾട്ടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കി, ഔട്ട്പുട്ടിൽ കറന്റ് സോഴ്സ് ആണ് അല്ലെ, ഐ ഔട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിൽ വോൾട്ടേജ് കൺട്രോൾഡ് ആണ് അല്ലെ. അപ്പൊ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. റൈറ്റ്. സോ ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് അല്ലെ. അപ്പൊ ഒരു പാരാമീറ്റർ ഔട്ട്പുട്ടും ഒരു പാരാമീറ്റർ ഇൻപുട്ട് ആയതുകൊണ്ട് ട്രാൻസ് എന്ന് വിളിക്കും അല്ലെ. ട്രാൻസ് എന്താണ് കറന്റ് വോൾട്ടേജ് എന്താണ്, റേഷ്യോ കണ്ടക്ടൻസ് ആണ് അല്ലെ. സോ ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ എന്ന് വിളിക്കും. റൈറ്റ്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് വേണമെങ്കിൽ ഗെയിന്റെ ഇതും കൂടെ നൊട്ടേഷനും കൂടെ എഴുതിയിട്ട് പോവാം. ഇവിടെ ഞാൻ AV എന്ന് വിളിച്ചു, വോൾട്ടേജ് ആംപ്ലിഫയർ ആയതുകൊണ്ട്. ഇവിടെ എന്ത് വിളിക്കാം, റെസിസ്റ്റൻസ് ആണ് അല്ലെ, AZ എന്ന് വിളിക്കണം അല്ലെ. റെസിസ്റ്റൻസ് നമ്മൾ ഇംപിഡൻസ് Z ആയിട്ടാണ് കാണിക്കാറ്. സോ AZ ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ. സോ ദിസ് ഈസ് AV. ഇവിടെ എന്തായിരിക്കും, AG ആയിരിക്കും അല്ലെ, G ഫോർ കണ്ടക്ടൻസ്. സോ ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ. ഓക്കെ ആണോ? നാലാമത്തെ കേസിൽ സെയിം ലോജിക് തന്നെയാണ്, സിമ്പിൾ ആണ്. ഇൻപുട്ട് ഈസ് കറന്റ്, ഔട്ട്പുട്ട് ഈസ് ഓൾസോ കറന്റ്. സോ ഐ ഔട്ട് ഡിവൈഡഡ് ബൈ ഐ ഇൻ. അതിന് യൂണിറ്റ് ഉണ്ടാവോ? ഇല്ല. ആംപിയർ അപ്പോൺ ആംപിയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം, എന്ത് ആംപ്ലിഫയർ ആണ്, ആംപ്ലിഫയർ ആണ് A. എന്താ ആംപ്ലിഫൈ ചെയ്യുന്നത്, കറണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നു അല്ലെ. ഇൻപുട്ട് കറണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ഔട്ട്പുട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ AI ആണ് കറണ്ട് ആംപ്ലിഫയർ ആണ്. അപ്പൊ അതിന് നമുക്ക് സിംപ്ലി എന്ത് വിളിക്കാം, കറണ്ട്
ആംപ്ലിഫയർ എന്ന് വിളിക്കാം. അപ്പൊ ഒരു ഐഡിയൽ കറണ്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് സീറോയും ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇൻഫിനിറ്റും ആയിരിക്കും. ഓക്കെ ആണോ? സോ എ വി എ ഐ എ സെഡ് ആൻഡ് എ ജി. ഓക്കെ ആണോ? ആ കാര്യം കൂടെ നിങ്ങൾ ആ യൂണിറ്റിന്റെ കൂടെ ഓർത്തിരിക്കുക. അപ്പൊ അത് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിന്റെ ബേസ്. കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, അതിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ഇംപിഡൻസസ്, അതിന്റെ ഗെയിന്റെ നാച്ചുർ എന്താണ്, അതിനുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കോപ്പീഡ്? ഡൺ? വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കോപ്പി ചെയ്തല്ലോ അല്ലെ? ഡൺ? യെസ്. നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്, സോറി, ഡിഫറൻഷ്യൽ ഗെയിൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഐഡിയലി ഡിഫറൻഷ്യൽ ഗെയിൻ ഷുഡ് ബി ഇൻഫിനിറ്റ്, റൈറ്റ്? ഓക്കെ ആണോ? ഡിഫറൻഷ്യൽ ഗെയിൻ ഷുഡ് ബി ഇൻഫിനിറ്റ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടെ വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. ജസ്റ്റ് V out is equal to V plus minus V minus multiplied by AD എന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറൻഷ്യൽ ഗെയിൻ ഐഡിയലി ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. സോ V plus minus V minus will be equal to the difference in input signal will be equal to the output signal divided by AD എന്ന് എഴുതാം. AD ഇൻഫിനിറ്റ് ആണെങ്കിൽ, ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റ് ആണെങ്കിൽ, this ratio AD V out upon AD will be equal to 0 because AD is infinity. That implies V plus minus V minus equal to 0, very, very small. That also implies V plus equal to V minus. V plus is equal to V minus. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് this condition is not valid in open loop. Open loop il adu valid avilla. Namukku nokkam. Not valid in open loop, right? And it is valid in negative feedback circuits. So this is valid in negative feedback circuit. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവില് സംശയം വരാം. ഇറ്റ് ഈസ് നോട്ട് വാലിഡ് ഇൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, റൈറ്റ്? ജസ്റ്റ് അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് കണ്ടീഷൻ തിയററ്റിക്കലി ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മൾ സർക്യൂട്ട്സിലോട്ട് പോകുന്ന സമയത്ത്, ഡിഫറെന്റ് സർക്യൂട്ട്സിലോട്ട് പോകുന്ന സമയത്ത് ഓപ്പൺ ലൂപ്പില് വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് പോസിബിൾ അല്ല. അത് നെഗറ്റീവ് ഫീഡ്ബാക്കിലെ ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ട്സിൽ മാത്രമേ വാലിഡ് ആവുള്ളൂ. അതിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആണെങ്കിൽ അത് വാലിഡ് ആവില്ല. ഓപ്പൺ ലൂപ്പിൽ വാലിഡ് ആവില്ല എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ് ആണ്, അല്ലെ? ഞാൻ പോസിറ്റീവ് ഇൻപുട്ടിൽ ഞാൻ 2 വോൾട്ട്സ് കൊടുത്തു, നെഗറ്റീവ് ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുത്തു. ഇപ്പൊ വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇല്ലേ? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നതാണ്, അല്ലെ? സോ എന്തായാലും അത് ഓപ്പൺ സർക്യൂട്ടിൽ, അത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ അത് വാലിഡ് അല്ല, നമുക്ക് ലോജിക്കലി അറിയാം. അത് പോസിറ്റീവ് സർക്യൂട്ട്സിൽ വരുന്ന കേസിലും അത് വാലിഡ് ആവില്ല. ബട്ട് ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ്. അപ്പൊ ഞാൻ അത് പറഞ്ഞെന്ന് മാത്രം, റൈറ്റ്? ഓപ്പൺ ലൂപ്പിൽ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ട് വരുന്നുണ്ട്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അതിന് കാരണം ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റ് ആണ്. വി ഔട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് സീറോക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഇൻഫിനിറ്റ് അപ്പോൺ ഇൻഫിനിറ്റ് നമുക്ക് സീറോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ വി ഔട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. അത് നമുക്ക് നോക്കാം. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ നോക്കുന്ന സമയത്ത് നോക്കാം, റൈറ്റ്? അപ്പൊ ഇത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഓപ്പൺ ലൂപ്പില് വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് വാലിഡ് അല്ല, പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സിലും വാലിഡ് അല്ല, ഓൺലി നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. അതിനെന്താണ് കാരണം എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കാം. അപ്പൊ ഡിഫറൻഷ്യൽ ഗെയിൻ ഐഡിയലി ഇൻഫിനിറ്റ് ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക.
ഓക്കെ ആണോ? Then copied. Okay. Another important parameter is common mode gain. Common mode gain നമ്മൾ A for gain, C for common. AC എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. AC common mode gain. അപ്പൊ അത് വളരെ ലോജിക്കലാണ്. കോമൺ മോഡിന്റെ വാല്യൂ, കോമൺ മോഡ് ഗെയിന്റെ വാല്യൂ എന്താവണം എന്നുള്ളത് വളരെ ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നുള്ളൂ. കോമൺ മോഡ് ഗെയിൻ നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. വി പ്ലസിലും വി മൈനസിലും നമ്മൾ ഒരേ സിഗ്നൽ വി എക്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്താ നിങ്ങൾ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യാം? നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ സിഗ്നൽസിനാണ് ആംപ്ലിഫൈ എന്ന് പറഞ്ഞു അല്ലെ. ശരിക്കും ഡിഫറൻഷ്യൽ നോക്കുമ്പോൾ വി എക്സ് മൈനസ് വി എക്സ് 0 ആണ് വരിക അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ അതിന്റെ ഗെയിൻ എന്തായിരിക്കണം? AC എന്തായിരിക്കണം? കോമൺ മോഡ് ഗെയിൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. എന്തുകൊണ്ടാണ് കോമൺ മോഡ് ഗെയിൻ 0 ആവുന്നത്? വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് കോമൺ മോഡ് ഗെയിൻ 0 ആവുന്നത്? സപ്പോസ് നമ്മുടെ ഓപ്പാമ്പ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വെക്കാന്ന് വിചാരിക്കുക, നോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയും നോയ്സ് വരും, ഇവിടെയും നോയ്സ് വരും അല്ലെ. കോമൺ മോഡ് ഗെയിൻ 0 അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യൽ സിഗ്നൽസിനെ മാത്രമല്ല ആംപ്ലിഫൈ ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ, കോമൺ സിഗ്നൽസിനെയും അത് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ നോയ്സിനെ എന്ത് ചെയ്യും? അത് ആംപ്ലിഫൈ ചെയ്യും അല്ലെ. നോയ്സ് എപ്പോഴും കോമൺ ആയിട്ടായിരിക്കില്ല ഒരു രണ്ട് പിന്നിലും ഒരേ നോയ്സ് ആയിരിക്കില്ല ഒരേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ ആ നോയ്സിനെ അത് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. അപ്പം ഓപ്പാമ്പ് ശരിക്കും ഡിസൈൻ ചെയ്തിരിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനും കോമൺ സിഗ്നൽസിനെ സപ്രസ് ചെയ്യാനാണ്. നോയ്സ് എപ്പോഴും കോമൺ ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. അപ്പൊ നോയ്സിനെ സപ്രസ് ചെയ്യണമെങ്കിൽ കോമൺ സിഗ്നൽസിനെ സപ്രസ് ചെയ്തേ പറ്റുള്ളൂ. സോ ആ ഒരു ലോജിക്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം കോമൺ മോഡ് ഗെയിൻ AC ഐഡിയലി അത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. It should not amplify the common signals which are going to present at its inputs, positive and negative. അത് ബ്ലോക്ക് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് അത് നമുക്ക് അൺവാണ്ടഡ് സിഗ്നൽസ് ആണ്, നോയ്സ് ആണ്. റൈറ്റ്. അപ്പൊ ആ നോയ്സിന് അത് ആംപ്ലിഫൈ ചെയ്യും. റൈറ്റ്. നമ്മൾ ഇവിടെ 2 വോൾട്ടും ഇവിടെ 1 വോൾട്ടും കൊടുത്താൽ നമുക്ക് 2 - 1 ആംപ്ലിഫൈ ചെയ്യേണ്ടത്. പക്ഷെ കോമൺ മോഡ് സിഗ്നൽ ഗെയിൻ 0 അല്ലെങ്കിൽ ഇവിടെ ഒരു നോയ്സും കൂടെ വരുന്നുണ്ടാവും. സപ്പോസ് 1 മില്ലി വോൾട്ടിന്റെ നോയ്സ് ഉണ്ടാവാം, ഇവിടെ ഒരു -1 മില്ലി വോൾട്ടിന്റെ നോയ്സ് ഉണ്ടാവാം. അപ്പൊ 2 + 1 മില്ലി വോൾട്ട്സ് വി പ്ലസിൽ വരുന്നുണ്ടാവും, 1 - 1 മില്ലി വോൾട്ട് വി മൈനസിൽ വരുന്നുണ്ടാവും. അതിന് ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കോമൺ മോഡ് ഗെയിൻ 0 അല്ലെങ്കിൽ നമുക്ക് ആ കോമൺ സിഗ്നൽസിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? സോ 2 and 1 മില്ലി വോൾട്ട്സ് രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. സോറി, രണ്ടും നോയ്സ് എപ്പോഴും കോമൺ ആയിരിക്കും. മുകളിലത്തെ പിന്നിൽ 1 മില്ലി വോൾട്ട് നോയ്സ് ആണെങ്കിൽ താഴെ എന്തായിരിക്കും? 1 മില്ലി വോൾട്ട് തന്നെയായിരിക്കും. അപ്പൊ അത് 1 + 1 മില്ലി വോൾട്ട് -2 + 1 മില്ലി വോൾട്ട് ആയിരിക്കും. ആ 2 മില്ലി വോൾട്ടും ഡിഫറൻസ് എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ കോമൺ മോഡ് സിഗ്നൽ ഗെയിൻ ഷുഡ് ബി ഐഡിയലി ഇൻഫിനിറ്റി. കോമൺ മോഡ് സിഗ്നൽ ഗെയിൻ ഇൻഫിനിറ്റ് ആയിരിക്കും. ഈ രണ്ട് ഗെയിനും, ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഓർ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. And that CMRR, common mode rejection ratio, is defined as the differential gain on numerator divided by the common mode gain in the denominator. Ideally നമ്മൾ പറഞ്ഞു AD ഇൻഫിനിറ്റ് ആണ്, AC ideally 0 ആണ്. So the ideal CMRR will be infinite. നമ്മൾ പറഞ്ഞു ADയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ആക്ച്വൽ കേസിൽ 200,3 zeros ആണ് അല്ലെ. 2 × 10⁵ ആണ്. അപ്പം ഈ റേഷ്യോ ACയുടെ വാല്യൂ ഐഡിയലി വെരി ക്ലോസ് ടു 0 ആയിരിക്കും. സോറി, ആക്ച്വലി വെരി ക്ലോസ് ടു 0 ആയിരിക്കും. ഐഡിയലി അത് 0 ആണ്. അപ്പൊ ഈ റേഷ്യോ ഡിനോമിനേറ്റർ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും, ന്യൂമറേറ്റർ വലിയ വാല്യൂ ആണ്. സോ ആ വാല്യൂ എപ്പോഴും വളരെ കൂടുതലായിരിക്കും അല്ലെ.
അപ്പൊ ആ വലിയ നമ്പർ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാറ് ഡെസിബൽസിലാണ്. 20 ലോഗ് ഓഫ് CMRR ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. ദാറ്റ് ഈസ് CMRR ഇൻ ഡെസിബൽസ്, റൈറ്റ്? സോ 20 ലോഗ് CMRR ന്റെ വാല്യൂ AD upon AC. That many decibels, right? ലോഗ് വലിയ വാല്യൂ എടുക്കുമ്പോൾ അത് ചെറുതായിട്ട് വരും, ഓർഡർ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. 10⁵ ആണെങ്കിൽ 5 വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ നമ്മൾ യൂഷ്വലി അത് ഡെസിബൽസിലാണ് എടുക്കുക. ഓക്കെ, കോമൺ മോഡ് പ്രൊജക്ഷൻ റേഷ്യോ. ഓക്കെ ആണോ? വൺ വേർഡ് ആയിട്ട് വരാം. ഒരു സെക്കൻഡോട് നമുക്ക് ആൻസർ ചെയ്ത് പോകാവുന്നുള്ളൂ. ഡിഫറൻഷ്യൽ മോഡ് ഗെയിനിന്റെ കാര്യം ഓർമ്മ വേണം. കോമൺ മോഡ് ഗെയിനിന്റെ കാര്യം ഓർമ്മ വേണം. കോമൺ മോഡിന്റെ കേസ് നിങ്ങൾക്ക് നോയ്സ് ആയിട്ട് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. നോയ്സ് കോമൺ ആയിരിക്കും, നോയ്സ് ആംപ്ലിഫൈ ചെയ്യാൻ പാടില്ല. അൺവാണ്ടഡ് സിഗ്നൽസ് ആണ് നോയ്സ്. അപ്പം കോമൺ സിഗ്നൽസ് സപ്രസ് ചെയ്യണമെങ്കിൽ കോമൺ മോഡ് ഗെയിൻ 0 ആയിരിക്കണം. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വളരെ കൂടണം എന്നാണ്. ഐഡിയലി അത് ഇൻഫിനിറ്റ് ആണ്. സോ infinite upon 0 will give me infinite again. So ideal value of CMRR is infinity. Usually it is expressed in decibels. Okay, now clear, now copied. Then and usually it is actual value is ideally theoretically the infinite usually അത് വരാറ് in the order of 90 decibels ആണ് കേട്ടോ value വരാറ്. CMRR ന്റെ value in the order of 90 decibels. In the order of 90 decibels. 90 decibels. അടുത്ത പാരാമീറ്റർ ഇമ്പോർട്ടന്റ് ആണ്. സ്ലൂ റേറ്റ് എന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ഡെഫിനേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. സ്ലൂ റേറ്റ് ഓഫ് ഓപ്പാമ്പ്, സ്ലൂ റേറ്റ് ഓഫ് എൻ ഓപ്പാമ്പ് അത് SR വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. സ്ലൂ റേറ്റ് പേര് വളരെ കോംപ്ലക്സ് ആണെങ്കിലും സംഭവം വളരെ സിമ്പിൾ ആണ്. സ്ലൂ റേറ്റ് ഓഫ് എൻ ഓപ്പാമ്പ് അത് ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഒരു പാരാമീറ്റർ ആണ്, റൈറ്റ്? ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട്. Slew rate SR is defined as rate of change of output, with respect to time dt. അതിന്റെ മാക്സിമം പോസിബിൾ വാല്യൂ ആണ് സ്ലൂ റേറ്റ് ആയിട്ട് പറയാറ്. നമ്മൾ ഡിഫറെന്റ് ഷേപ്പിലെ വേവ് ഫോംസ് ഒക്കെ ഇൻപുട്ടിൽ കൊടുക്കാം. ആ വേവ് ഫോമിനെ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഔട്ട്പുട്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, റൈറ്റ്? ഔട്ട്പുട്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അത് സ്ലൂ റേറ്റിനേക്കാളും കുറവായിരിക്കണം, റൈറ്റ്? അപ്പൊ ഔട്ട്പുട്ടിൽ വരാവുന്ന മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ലൂ റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഐഡിയലി എത്രയായിരിക്കണം അത്? ഐഡിയൽ കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർഫെക്റ്റ് കേസ് ആണ്, അല്ലെ? അപ്പൊ എത്ര റേറ്റ് ഓഫ് ചേഞ്ച് വന്നാലും ഓപ്പാമ്പിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, റൈറ്റ്? അപ്പൊ ഐഡിയലി അത് എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം. ഔട്ട്പുട്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്താലും, വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്താലും, ഓപ്പാമ്പ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആ ചേഞ്ചസ് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം, റൈറ്റ്? ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കുന്നുണ്ടാവും ഓപ്പാമ്പിന്റെ, റൈറ്റ്? ഒരു സിഗ്നൽ കൊടുക്കും ഫാസ്റ്റ് ആയിട്ട് വേരി ചെയ്യുന്ന. ഓപ്പാമ്പ് ഒരു ഗെയിൻ ഉണ്ടാവും. ആ ഗെയിൻ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയിടും, റൈറ്റ്? ഫ്രീക്വൻസി സെയിം തന്നെ ആയിരിക്കും, റൈറ്റ്? അപ്പം ഔട്ട്പുട്ടിൽ മാക്സിമം വരാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ സ്ലൂ റേറ്റ് വെച്ച് ലിമിറ്റ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ഐഡിയൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. ബട്ട് പ്രാക്ടിക്കലി അത് ലിമിറ്റ് ചെയ്യുന്നുണ്ടാവും. യൂഷ്വലി ഒരു ടിപ്പിക്കൽ വാല്യൂസ് വരുന്നത് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഒരു മൈക്രോ സെക്കൻഡ് എടുത്തിട്ട് മാത്രമേ എത്ര ചേഞ്ച് ഉണ്ടാവാൻ പാടുള്ളൂ? 0.5 വോൾട്ട് ചേഞ്ച് ഉണ്ടാവാൻ പാടുള്ളൂ, റൈറ്റ്? 0.5 വരുന്നോണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാറ്റി ചെയ്താൽ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1 വോൾട്ട് പെർ 2 മൈക്രോ സെക്കൻഡ്.
ദാറ്റ് ഈസ് ഈക്വലന്റ്. 1 വോൾട്ടിന് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ 2 മൈക്രോ സെക്കൻഡ് എടുക്കണം, മിനിമം എടുത്തിരിക്കണം. 0.5 വോൾട്ടിന്റെ ചേഞ്ച് ആണെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് 1 മൈക്രോ സെക്കൻഡ് എടുത്തിട്ടായിരിക്കണം ആ 0.5 വോൾട്ടിന്റെ ചേഞ്ച് വരുന്നുണ്ടാവുക. ഇനി അങ്ങനെയല്ല വരുന്നെന്ന് വിചാരിക്കാം. ഓപ്പാമ്പിന് നമ്മളൊരു പെർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു, ഒരു ഔട്ട്പുട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ നോക്കിയ സമയത്ത് അത് 2 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓപ്പാമ്പിന് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് നമ്മൾ കൊടുത്തു, ഓപ്പാമ്പ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഔട്ട്പുട്ട് നമ്മൾ CRL വെച്ച് നോക്കിയ സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ അല്ല, ഇൻപുട്ട് നോക്കിയതിന്റെ ഗെയിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സിമുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് 2 വോൾട്ട് ഒരു മൈക്രോ സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്ന വേവ് ഫോം ആയിരിക്കണം ഓപ്പാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിക്കുക. അതാണ് റിക്വയർമെന്റ് എന്ന് വിചാരിക്കുക. പക്ഷേ ഓപ്പാമ്പിന്റെ സ്ലൂ റേറ്റ് എത്രയേ ഉള്ളൂ? ലെറ്റ് സേ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. 0.5 വോൾട്ട് ചേഞ്ച് വരണമെങ്കിൽ ഓപ്പാമ്പ് 1 മൈക്രോ സെക്കൻഡ് എടുക്കണം. അപ്പൊ നമുക്ക് 1 മൈക്രോ സെക്കൻഡിൽ 2 വോൾട്ട് ചേഞ്ച് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയും ഔട്ട്പുട്ട് ഈസ് ഡിസ്റ്റോർട്ടഡ് എന്ന് പറയും. ഡിസ്റ്റോർട്ടഡ്. ഔട്ട്പുട്ടിന്റെ ഷേപ്പില് മാറ്റം ഉണ്ടാവും. സെയിം ഷേപ്പ്, ഇൻപുട്ടിന് അതേ ഷേപ്പ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. ബട്ട് സ്ലൂ റേറ്റിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിസ്ട്രോഷൻ ഉണ്ടാവും ആക്ച്വൽ കേസില്. ഐഡിയൽ കേസിലാണെങ്കിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, ഇൻഫിനിറ്റ് ആണ് സ്ലൂ റേറ്റ്. നമ്മൾ ഏത് ഫ്രീക്വൻസി ഏത് സിഗ്നൽ കൊടുത്താലും എത്ര ഗെയിൻ ഉണ്ടെങ്കിലും ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല? ഡിസ്ട്രോഷൻ ഉണ്ടാവില്ല. ഇൻഫിനിറ്റ് ആണെങ്കിൽ നോ ഡിസ്ട്രോഷൻ, ഫൈനൈറ്റ് ആണെങ്കിൽ ദർ വിൽ ബി എ ഡിസ്ട്രോഷൻ. അപ്പൊ ഒരു ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് തന്നിട്ട് ആ ഔട്ട്പുട്ട് ഡിസ്റ്റോർഷൻ ലെസ് ആവണമെങ്കിൽ സ്ലൂ റേറ്റ് എത്ര വേണോന്ന് നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഒരു ഓപ്പാമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ അവർ തന്നു, V തന്നു. അതാണ് ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആ എക്സ്പ്രഷൻ അവർ തന്നു. അത് തന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പാമ്പിന്റെ സ്ലൂ റേറ്റ് മിനിമം എത്ര ഉണ്ടാവണം എന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? എന്ത് ചെയ്യണം? ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ? വിത്ത് റെസ്പെക്ട് ടു ടൈം Voutനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ മാക്സിമം വാല്യൂ എടുക്കണം. റൈറ്റ്? ആ മാക്സിമം വാല്യൂ ലെറ്റ് us say 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓപ്പാമ്പിന്റെ സ്ലൂ റേറ്റ് എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. സിമ്പിൾ ആണ്. ഇപ്പൊ സ്ലൂ റേറ്റ് എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഔട്ട്പുട്ടിന്റെ. അത് ടിപ്പിക്കലി ഇൻ ദ ഓർഡർ ഓഫ് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആയിരിക്കും. ഐഡിയലി അത് ഇൻഫിനിറ്റ് ആയിരിക്കും. റൈറ്റ്? ഐഡിയലി അത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ദാറ്റ് ഈസ് വാട്ട് ഇസ് എ സ്ലൂ റേറ്റ് ഈസ്. സ്ലൂ റേറ്റിന്റെ ശരിക്കുള്ള യൂണിറ്റ് നിങ്ങൾക്കറിയാം, ഡിഫറൻഷ്യൽ ഓഫ് വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ശരിക്കും പറഞ്ഞാൽ വോൾട്ട് പെർ സെക്കൻഡ് ആണ് വരേണ്ടത് അല്ലെ? അത് വലിയ വാല്യൂ ആയിരിക്കും സാധാരണഗതിയിൽ. ലെറ്റ് us say 10⁻⁶ വോൾട്ട് പെർ സെക്കൻഡ് ആണെങ്കിൽ ആ 10⁻⁶ ഒക്കെ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10⁻⁶ പെർ സെക്കൻഡ് ഈസ് ഈക്വലന്റ് ടു എന്താണ്? 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആയിരിക്കും അല്ലെ? അങ്ങനെ നമ്മള് അതുകൊണ്ടാണ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സ്ലൂ റേറ്റിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും, ഇൻ ദ ഓർഡർ ഓഫ് 10⁻⁶ ആയിരിക്കും. റൈറ്റ്? അപ്പൊ അത് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 10⁻⁶ പെർ സെക്കൻഡ് ഈസ് ഈക്വലന്റ് ടു 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ശരിയല്ലേ? 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്ന് എഴുതാലോ? നോക്കിയാൽ നിങ്ങള് 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 10⁻⁻⁶ സെക്കൻഡ് ആണ് അല്ലെ? 10⁻⁶ മുകളിലോട്ട് പോകുമ്പോൾ 10⁻⁶ വോൾട്ട് പെർ സെക്കൻഡ് ആയിട്ട് തന്നെ മാറും അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഓക്കെ ആണോ? ആ കാര്യങ്ങളൂടെ നിങ്ങൾ
ഓർത്തിരിക്കുക. സ്ലൂ റേറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഔട്ട്പുട്ട് സിഗ്നലിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടാവും, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ മാക്സിമം വാല്യൂ എടുക്കുക. അതായിരിക്കും ആ ഓപ്പാമിന്റെ മിനിമം വേണ്ട സ്ലൂ റേറ്റ്. അതിനേക്കാൾ കൂടുന്നുണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, കുറയാൻ പാടില്ല. ഐഡിയലി അത് ഇൻഫിനിറ്റ് ആയിരിക്കും. ആക്ച്വലി അത് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിന്റെ ഓർഡറിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. സ്ലൂ റേറ്റ് ഓക്കെ ആണോ? സംശയങ്ങളുണ്ടോ സ്ലൂ റേറ്റില്? എനി ഇഷ്യൂസ്? കോപ്പി ചെയ്തോ നിങ്ങള്? ഐഡിയലി ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. Actual value, typical value in the order of 0.5 volt per microseconds. Its value is actually 10 power 6 volt per second. Then that can be simplified into 1 volt per microsecond. അപ്പോൾ എപ്പോഴും നമ്മൾ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് പ്രിഫർ ചെയ്യാം എഴുതാനുള്ള എളുപ്പത്തിൽ. വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് 10ന്റെ പവർ ഒക്കെ നമുക്ക് ഒഴിവാക്കാം. റൈറ്റ്, ഓക്കെ. ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഓപ്പാമ്പിലോട്ട് ഏത് ഫ്രീക്വൻസിയിലെ സിഗ്നൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റൈറ്റ്, സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്ര വേണമെങ്കിലും ആവാം. ഏത് ഫ്രീക്വൻസിയിലാണോ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ആ ഫ്രീക്വൻസിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് വ്യത്യാസം ഉണ്ടാവും, ആംപ്ലിഫൈ ചെയ്ത ലെവൽസ് ആയിരിക്കും. ഇത് വി ആണെങ്കിൽ ഇത് എ ടൈംസ് വി ആയിരിക്കും. ബട്ട് ഫ്രീക്വൻസി ഈസ് എഫ് ഇൻ ആണെങ്കിൽ ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസി എന്ത് തന്നെയായിരിക്കണം? ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ തന്നെയായിരിക്കണം. ഓപ്പാമ്പ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയില് മോഡുലേഷൻ ഒന്നും തന്നെ വരുത്താൻ പാടില്ല. 0 ഹെർട്സ് കൊടുത്താലും ഐഡിയലി ഇൻഫിനിറ്റ് ഹെർട്സ് കൊടുത്താലും ഓപ്പാമ്പ് ഒരേപോലെ വേണം റെസ്പോണ്ട് ചെയ്യാൻ. ഫ്രീക്വൻസീസ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പാടില്ല. ഏത് ഫ്രീക്വൻസിയിലുള്ള ഇൻപുട്ട് കൊടുത്താലും അത് ഒരേ രീതിയിൽ പെർഫോം ചെയ്യണം. റൈറ്റ്, അങ്ങനെ പെർഫോം ചെയ്യുന്ന ഡിവൈസസിനൊക്കെ നമ്മൾ എന്ത് പറയും? അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആണെന്ന് പറയും. ഏത് ഫ്രീക്വൻസി സിഗ്നൽ കൊടുത്താലും ഒരേപോലെ ബിഹേവ് ചെയ്യും. അപ്പൊ ഇൻഫിനിറ്റ് കൊടുത്താലും ഒരേ ബിഹേവിയർ ആണ്, 0 കൊടുത്താലും ഒരേ ബിഹേവിയർ ആണ്. റൈറ്റ്, DC കൊടുത്തു, 1 വോൾട്ട് കൊടുത്തു, ഗെയിൻ 10 ആയിരുന്നു, 10 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. 1 മെഗാ ഹെർട്സിൽ ഒരു സിഗ്നൽ കൊടുത്തു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 വോൾട്ട് ആണെങ്കിൽ 1 മെഗാ ഹെർട്സ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഔട്ട്പുട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ട് തന്നെയായിരിക്കും. ഫ്രീക്വൻസിയിൽ ഒന്നും മാറ്റം വരാൻ പാടില്ല. ഒരേപോലെ വേണം ഗെയിൻ വരാൻ. ഒരു ഫ്രീക്വൻസിക്ക് ഒരു ഗെയിൻ, വേറൊരു ഫ്രീക്വൻസിക്ക് വേറൊരു ഗെയിൻ, അത് പോസിബിൾ അല്ല. അപ്പൊ ഐഡിയൽ കേസിൽ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആണ് ഐഡിയൽ ഓപ്പാമിന്റെ കേസ്. ആക്ച്വലി പ്രാക്ടിക്കൽ കേസിൽ ദാറ്റ് വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് 0.9 മെഗാ ഹെർട്സ് ആയിരിക്കും 741 ഓപ്പാമ്പ്. ഡിഫറെന്റ് ഓപ്പാംസിന് ഡിഫറെന്റ് മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്ന ഓപ്പാംസിന് കൂടുതൽ ബാൻഡ് വിഡ്ത്തുള്ള ഓപ്പാമ്പിലോട്ട് നമുക്ക് പോവാം. റൈറ്റ്, കൂടുതൽ സ്ലൂ റേറ്റ് ഉള്ള ഓപ്പാമ്പിലോട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. അതിനൊക്കെ എന്തായിരിക്കും? കാശ് കൂടുതലായിരിക്കും. റൈറ്റ്, ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോൾ നമ്മൾ കുറച്ചധികം സർക്യൂട്ട്സ് ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കോസ്റ്റ് കൂടും. അപ്പൊ ടിപ്പിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന 741 അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഇൻ ദ ഓർഡർ ഓഫ് 0.9 മെഗാ ഹെർട്സ് ആയിരിക്കും. കൂടുതൽ ബാൻഡ് വിഡ്ത്ത് 5 മെഗാ ഹെർട്സ് ബാൻഡ് വിഡ്ത്ത് ഉള്ള ഓപ്പറേഷൻ ആംപ്ലിഫയർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ അതിന് എന്തായിരിക്കും? കോസ്റ്റ് അല്പം കൂടുതലായിരിക്കും. സോ ഐഡിയലി ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആയിരിക്കണം. പ്രാക്ടിക്കൽ കേസിൽ ടിപ്പിക്കൽ വാല്യൂ വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് 0.9 മെഗാ ഹെർട്സ്. ഓക്കെ, റൈറ്റ്, കോപ്പീഡ്. സോ ദാറ്റ് ഈസ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ഐഡിയലി ഇൻഫിനിറ്റ് ആയിരിക്കണം. ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പാടില്ല. ഏത് ഫ്രീക്വൻസി കൊടുത്താലും ഒരേ രീതിയിൽ ആക്ട് ചെയ്യണം, വ്യത്യാസം വരുത്താൻ പാടില്ല. 1 ഹെർട്സിൽ എത്രയാണോ ഗെയിൻ അത് തന്നെ ആയിരിക്കണം 1 മെഗാ ഹെർട്സിലും ഉണ്ടാവുന്ന ഗെയിൻ. ഫ്രീക്വൻസി സെലക്റ്റീവ് ആവാൻ പാടില്ല. ഓക്കെ ആണോ? കോപ്പി ചെയ്തോ നിങ്ങള്? ഐഡിയൽ കേസിൽ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആയിരിക്കണം. അപ്പൊ അതിന്റെ ഗെയിനും വോൾട്ടേജ് ഗെയിനും AVയും ഫ്രീക്വൻസിയും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം അത് ഫ്ലാറ്റ് ആയിരിക്കണം. ഇത് 0 ഹെർട്സ്. As frequency increases, your gain should be constant.
the voltage gain on the y-axis. Right? Gain മാറ്റം വരാൻ പാടില്ല. Right? അപ്പം കർവ് അങ്ങനെയായിരിക്കും. ഐഡിയൽ കേസ്. ആക്ച്വലി ലോ ഫ്രീക്വൻസിയിലും റോൾ ഓഫ് ഉണ്ടാവും, കുറയും. ഹൈ ഫ്രീക്വൻസിയിലും അത് കുറയും. ദിസ് ഈസ് ആക്ച്വൽ. ദിസ് ഈസ് ഐഡിയൽ. ഇൻഫിനിറ്റ്. ഓക്കെ ആണോ? നിങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പാരാമീറ്റർ ഇസ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. വളരെ സിമ്പിൾ ആണ്. ഐഡിയൽ കേസിൽ നമ്മൾ ഇൻപുട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും ആക്ച്വൽ കേസിൽ ചെറിയൊരു കറണ്ട് ഉണ്ടാവും. പ്രാക്ടിക്കൽ കേസിൽ ഐഡിയൽ അല്ലെങ്കിൽ. സോ പോസിറ്റീവ് ഇൻപുട്ട് ഉണ്ട്, നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ട്. പോസിറ്റീവിനകത്തോട്ട് പോയിരുന്ന കറണ്ട് നമ്മൾ IB പ്ലസ് എന്ന് വിളിക്കാന്ന് വിചാരിക്കുക. ബി എന്ന് വിളിക്കാൻ കാര്യം അവിടെ ഇത് ഇൻപുട്ടിൽ ആദ്യം നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ബേസ് ആണ് ഉണ്ടാവുക, അതുകൊണ്ടായിരിക്കണം IB എന്ന് വിളിക്കുന്നത്. സോ IB പ്ലസ് എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ഇൻപുട്ടിലോട്ട് പോകുന്ന കറണ്ടിനെ IB മൈനസ് എന്ന് വിളിക്കും. റൈറ്റ്. അപ്പൊ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് നമുക്ക് സംശയം ഉണ്ടാവും. IB പ്ലസ് മൈനസ് IB മൈനസ് എടുക്കണോ, IB മൈനസ് IB പ്ലസ് എടുക്കണോ സംശയം ഉണ്ടാവും. അപ്പൊ ആ സംശയം ഒഴിവാക്കാൻ വേണ്ടി ഇത് മാഗ്നിറ്റ്യൂഡിലാണ് പറയാ. IB പ്ലസ് മൈനസ് IB മൈനസ് ഓർ IB മൈനസ് മൈനസ് IB പ്ലസ്, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇറ്റ്സ് എ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. ഇൻപുട്ട് രണ്ട് ഇൻപുട്ടിലോട്ടും ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് വിളിക്കും. ഐഡിയലി എന്തായിരിക്കണം? രണ്ട് കറണ്ട് ഉണ്ടാവാൻ പാടില്ല, 0 ആയിരിക്കണം അല്ലെ? അല്ലെങ്കിൽ ഇൻ ദ വേർസ്റ്റ് കേസ് രണ്ട് കറണ്ടും മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയിരിക്കണം, ഡിഫറൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ഇത് ഐഡിയൽ കേസ് അല്ല. ഐഡിയൽ കേസ് ആണെങ്കിൽ ആ കറണ്ട് ഉണ്ടാവില്ല, ബിക്കോസ് Rn will be infinite. So input bias current is defined in the non-ideal conditions. So there's a difference between input currents flowing into the inputs of the op-amp, IB plus minus IB minus. Right? Simple. Definition മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ആണെന്ന് പറഞ്ഞു. റൈറ്റ്. ഡിഫറൻസ് ആണ് ആംപ്ലിഫൈ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. റൈറ്റ്. അപ്പൊ രണ്ട് ഇൻപുട്ട് ഉണ്ട്. ഞാൻ രണ്ട് ഇൻപുട്ടിലും സെയിം സിഗ്നൽ കൊടുത്തു, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്സും ഷോർട്ട് ചെയ്തു. ഓക്കെ. then I am expecting V out equal to 0 volt ആയിരിക്കണം അല്ലെ? because V plus is same as my V minus അല്ലെ? ഇവിടെ ഞാനൊരു സോഴ്സും കൂടെ കൊടുത്തു എന്ന് വിചാരിക്കുക, 1 volt. ഇപ്പൊ രണ്ടും സെയിം ആയതുകൊണ്ട് എനിക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കണം അല്ലെ? പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കില്ല? 0 ആയിരിക്കില്ല. സേ V out is equal to 1 millivolt ആണെന്ന് വിചാരിക്കുക. വളരെ കുറച്ച് 1/1000 of a volt ഉണ്ടെന്ന് വിചാരിക്കുക. റൈറ്റ്. അപ്പൊ ഔട്ട്പുട്ട് എനിക്ക് 0 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകിൽ നെഗറ്റീവ് ഇൻപുട്ടിൽ എനിക്ക് എന്ത് ചെയ്യാം? സോഴ്സ് കൊടുക്കാം. പോസിറ്റീവ് ഗ്രൗണ്ട് ചെയ്തിട്ട് നെഗറ്റീവ് ഇൻപുട്ടിൽ എനിക്ക് സോഴ്സ് കൊടുക്കാം നെഗറ്റീവില്, അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൗണ്ട് ചെയ്തിട്ട് എനിക്ക് പോസിറ്റീവ് ഇൻപുട്ടിൽ സോഴ്സ് കൊടുക്കാം. റൈറ്റ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ ദ പൊളാരിറ്റി ഓഫ് ദ ഔട്ട്പുട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന വോൾട്ടേജിന് നമ്മൾ എന്ത് പറയും? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കും. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇവിടെയും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. അത് നിങ്ങൾക്ക് പോസിറ്റീവ് ഇൻപുട്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടിൽ കൊടുക്കാം. കൊടുക്കുന്ന സോഴ്സിന്റെ വാല്യൂ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ ഞാൻ രണ്ട് പോസിറ്റീവ് കാണിച്ചു എന്ന് മാത്രം. എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അത് ഡിഫൈൻ ചെയ്യാമെന്ന് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഈസ് ദ റിക്വയർഡ് വോൾട്ടേജ് ടു ബി അപ്ലൈഡ് അറ്റ് ദ ഇൻപുട്ട് സൈഡ്
either at the positive input or negative input, so that V out is equal to 0. Right? ഔട്ട്പുട്ട് സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടില് പോസിറ്റീവ് ഇൻപുട്ടിലോ നെഗറ്റീവ് ഇൻപുട്ടിലോ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഔട്ട്പുട്ട് സീറോ ആക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ടിൽ കൊടുക്കേണ്ട വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? റൈറ്റ്, ക്ലിയർ? ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര ഇൻപുട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ഡയഗ്രാം പറഞ്ഞ സമയത്ത് 2 പിൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓഫ്സെറ്റ് നള്ളും ഓഫ്സെറ്റ് റൈറ്റ്. അത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലോട്ടും ഡയറക്ട്ലി കപ്പിൾഡ് ആയിരിക്കും. അവിടെ നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പം ആക്ച്വലി നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലെയും ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലെയും പൊട്ടൻഷ്യൽ ആണ് മാറ്റം വരുന്നുണ്ടാവുക. സോ ദാറ്റ് ഔട്ട്പുട്ട് വിൽ ഈക്വൽ ടു 0. അപ്പൊ ഔട്ട്പുട്ട് 0 ആവുന്നവരെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഏത് വാല്യൂലാണ് അഡ്ജസ്റ്റ് ആവുന്നത് ആ വാല്യൂ നമ്മൾ പെർമനന്റ് ആയിട്ട് ആ സർക്യൂട്ടിൽ ആ ഓപ്പാമ്പിന് കീപ്പ് ചെയ്യും. ഓരോ ഓപ്പാമ്പിനും ഓരോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ കൺസ്ട്രക്ഷനിലെ വേരിയേഷൻ കൊണ്ടാണ് 2 ഇൻപുട്ടും നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 വരാത്തത്. ഐഡിയലി 0 വരണം 2 ഇൻപുട്ടും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ നോൺ ഐഡിയാലിറ്റി ആണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് വേണമെന്ന് പറയാനുള്ള റീസൺ. അപ്പം ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും എന്താണ്? നോൺ ഐഡിയൽ കണ്ടീഷനിൽ വരുന്ന ഒരു കാര്യമാണ്. റൈറ്റ്? ഐഡിയൽ ആണെങ്കിൽ ഒരിക്കലും എന്ത് വരില്ല? ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോൺ സീറോ വാല്യൂ വരില്ല. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ആവശ്യമില്ല? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആവശ്യം വരില്ല. ബിക്കോസ് ഔട്ട്പുട്ട് വിൽ ബി ഓൾറെഡി 0 ഇഫ് യു ആർ ഷോർട്ടിംഗ് ദ ഔട്ട്പുട്ട്സ്, ഷോർട്ടിംഗ് ദ ഇൻപുട്ട്സ്. ഓക്കെ ആണോ? റൈറ്റ്. അടുത്ത സിമിലർ പാരാമീറ്റർ ആണ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, റൈറ്റ്? അത് നേരത്തെ പറഞ്ഞൊരു സബ്സെറ്റ് ആണ്, സിമ്പിൾ ആണ്. ഇൻപുട്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരും. ഔട്ട്പുട്ട് നോട്ട് ഈക്വൽ ടു 0 വോൾട്ട് വരും. റൈറ്റ്? ആ വാല്യൂനെ നമ്മൾ എന്ത് പറയും? ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് വീണ്ടും വേണമെങ്കിൽ റീഡിഫൈൻ ചെയ്യാം. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ടിൽ കൊടുക്കേണ്ട വോൾട്ടേജ് ആണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. റൈറ്റ്? ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് സിമ്പിൾ ആണ്. ഇൻപുട്ട് ടെർമിനൽസ് രണ്ടും നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഈക്വൽ ടു 0 ആണ്. ബട്ട് മിക്കവാറും പ്രാക്ടിക്കൽ കേസിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കില്ല. ഒരു നോൺ സീറോ വാല്യൂ ഉണ്ടാവും. അത് പോസിറ്റീവ് ആവാൻ നെഗറ്റീവ് ആവാൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഓപ്പ് ആംപ്. ആ വാല്യൂനെ നമ്മൾ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കും. ഇൻപുട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനെ, നോൺ സീറോ വാല്യൂനെ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കും. So input offset voltage and output offset voltages are related. Right? Okay. റിനിൽ ഡൗട്ട് വല്ലതും ഉണ്ടോ? റിനിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, സംശയങ്ങളുണ്ടോ? ഇല്ല സാറേ, അത് കൈ തൊട്ട് പോയതാ. റൈറ്റ്, ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത ഒരു സ്പെസിഫിക്കേഷൻ ആണ് പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ. അത് നമ്മൾ കോമൺ സെൻസ് ആണ്. പവർ സപ്ലൈയിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഓപ്പ് ആമ്പിന്റെ ഔട്ട്പുട്ടിൽ വരാൻ പാടില്ല എന്നുള്ളത് നമ്മളൊരു കോമൺ സെൻസ് ആണ്, അല്ലെ? നമ്മൾ പ്ലസ് VCC കൊടുത്തിട്ടുണ്ടാവും, മൈനസ് VCC കൊടുത്തിട്ടുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് സെറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. ആ കണ്ടീഷനിൽ ജസ്റ്റ് സപ്ലൈ വേരിയേഷൻ വരികയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് മാറാൻ പാടില്ല ഐഡിയലി. അപ്പൊ അത് എത്രത്തോളം ആ ഒരു കോൺസ്റ്റൻസി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ. റൈറ്റ്? അത് PSRR വെച്ചിട്ട് അതിന്റെ ഷോർട്ട് ഫോം അതാണ്, പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ. സിമിലർ ടു കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ നമ്മൾ പറയുന്നത് പോലെ. സോ PSRR അതിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൈൻ ആസ് ചേഞ്ച് ഇൻ പവർ സപ്ലൈ ന്യൂമറേറ്ററിലാണ് കേട്ടോ. ചേഞ്ച് ഇൻ പവർ supply divided by change in output. Change in output.
and we said it should be 0. Denominator change, output change ഉണ്ടാവാൻ പാടില്ല. Change in output denominator ലാണ്. ഇത് എന്തായിരിക്കണം? Ideally 0 ആയിരിക്കണം. So ideally PSRR ideally should be infinity. പവർ സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഐഡിയലി 0 ആയിരിക്കണം ഡിനോമിനേറ്റർ. സോ ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ട് എപ്പോഴും ആ പാരാമീറ്റർ ഇൻഫിനിറ്റ് ആയിരിക്കും. PSRR will be infinite. Power supply rejection ratio will be infinite. അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനും ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷനും നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട്. ഇന്നത്തെ ഔട്ട്കം ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒപ്പാമ്പ് ആണ്. പിന്നെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ്. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അതിന്റെ എക്സാമ്പിൾ നമ്മുടെ ഒപ്പാമ്പ് ആണ്. വോൾട്ടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് 4 ഡിഫറെന്റ് പേര്, അതിന്റെ പ്രോപ്പർട്ടീസ് പ്ലസ് പാരാമീറ്റേഴ്സ് ഓഫ് an ideal op-amp. V plus equal to V minus is valid only in the case of negative feedback op-amp circuits. ഓപ്പൺ ലൂപ്പിലും പോസിറ്റീവ് ഫീഡ്ബാക്കിലും അത് വാലിഡ് അല്ല. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ എഫക്റ്റീവ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കമൻഷൻസ് ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഡിഫറൻഷ്യൽ ഗെയിൻ, കോമൺ മോഡ് ഗെയിൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റൈറ്റ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സംശയങ്ങൾ വല്ലതുണ്ടോ? ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ സ്ലീവ് കാണുമ്പോഴേ യെസ് അതെ ഡിഫറൻഷിയേറ്റ് ഇക്വേറ്റ് ചെയ്യേണ്ടത് 0 ആണോ? അല്ല, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഒപ്പാം സർക്യൂട്ട് ഉണ്ട്. നമ്മൾ മനസ്സിലായി നമുക്ക് ഔട്ട്പുട്ട് ലെറ്റ് സേ 10 സൈൻ 100 ടി ആണ് വരുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? അപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്, ഇതാണ് നമ്മുടെ ഡിസൈൻ തന്നിരിക്കുന്ന സാധനം. നിങ്ങൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഔട്ട്പുട്ടിൽ ഈ സിഗ്നൽ ആണ് വരിക. നിങ്ങൾക്ക് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പാമ്പ് സെലക്ട് ചെയ്യുമ്പോൾ സ്ലൂ റേറ്റ് നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ മാനേജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കേണ്ടത് വളരെ സിമ്പിൾ ആണ്. ഔട്ട്പുട്ട് സിഗ്നലിന്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയാൽ നിങ്ങൾ dV out by dt എടുക്കണം അല്ലെ. അതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചാൽ സ്ലൂ റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ലൂ റേറ്റ് ഓപ്പാമ്പിന്റെ സ്ലൂ റേറ്റ് ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ ജസ്റ്റ് വേണം നമുക്കൊന്ന് നോക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നിങ്ങൾക്കറിയാം 10 sin omega t ആണ്. 10 sin omega ഡിഫറൻഷ്യല് cos omega t ആണ്. മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് 100 ആണ് അല്ലെ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ മാക്സിമം വാല്യൂ എടുക്കണം. ഓക്കെ ആണോ? അപ്പൊ കോസ് ഒമേഗയുടെ മാക്സിമം വാല്യൂ എപ്പോഴും എന്താ നിങ്ങൾക്ക് അറിയാം? 1 ആണെന്ന് അറിയാം അല്ലെ. ബാക്കി എത്രയാ ഉള്ളത്? 1000 ആണ് അല്ലെ. 1000 ആണ് അതിന്റെ മാക്സിമം വാല്യൂ വരുന്നത് അല്ലെ. അപ്പം 1000 വോൾട്ട് പെർ സെക്കൻഡ് ആയിരിക്കും. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. താഴെ ടൈമും മുകളിൽ വോൾട്ടേജും ആണ് അല്ലെ. സോ വോൾട്ട് പെർ സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്പാമ്പിന്റെ സ്ലൂ റേറ്റ് അറ്റ്ലീസ്റ്റ് എത്ര ഉണ്ടായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയായിരിക്കണം? 1000 വോൾട്ട് പെർ സെക്കൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയായിരിക്കണം? 1000 വോൾട്ട് നമുക്ക് 1 വോൾട്ട് പെർ 10⁻³ സെക്കൻഡ് എന്ന് എഴുതാം അല്ലെ. 10⁻³ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോൾ 10⁻³ ആവും, 1000 ആവും അല്ലെ. അപ്പൊ നിങ്ങളുടെ സ്ലൂ റേറ്റ് എത്രയായിരിക്കണം? നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഓപ്പാമ്പിന്റെ സ്ലൂ റേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വോൾട്ട് പെർ മില്ലി സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ ആണോ സബീത്? സബീത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇക്വേറ്റ് ചെയ്യല്ല, നമ്മൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ ആണോ? റൈറ്റ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസണിംഗ് ദ ക്ലാസ്. സംശയങ്ങൾ വേറെ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ലിസണിംഗ് ദ ക്ലാസ്. താങ്ക് യു ഓൾ. ബൈ ബൈ.